കേരള സംസ്കാരം എന്നുള്ള ആ ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കേരളത്തിന്റെ ഏതാണ്ട് ഒരു 2000 വർഷത്തെ ചരിത്രമാണ്, സാംസ്കാരിക ചരിത്രമാണ്. നമ്മൾ അത് രാഷ്ട്രീയ ചരിത്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ സാംസ്കാരിക ചരിത്രങ്ങളൊക്കെ പൊതുവെ വായിച്ചു വന്നിരുന്നത്. അത് ഒരുപക്ഷെ നമ്മുടെ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു വലിയ പ്രശ്നമാണ്. അത് നമ്മൾ പ്രാചീന സാഹിത്യ പഠന, ആധുനിക സാഹിത്യ ചരിത്ര വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലുള്ള നമ്മുടെ ചരിത്രം, പ്രത്യേകിച്ച് തെളിവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരം നിർബന്ധങ്ങൾ അല്ലെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര രചനാ രീതി നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും അല്ലെ, ഇളംകുളം തൊട്ട് അങ്ങനത്തെ ഒരു ചരിത്ര രചനാ രീതിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഒരു ചരിത്ര രചനാ പദ്ധതി എന്ന് പറയുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി തന്നെ രൂപം കൊള്ളുന്നത്. അപ്പൊ അതിൻ്റെതായ പരിമിതികളൊക്കെ നമ്മുടെ ചരിത്ര രചനാ ചർച്ചകൾക്കകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രീയതയുടെ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചില തീവ്രമായ നിലപാടുകളുടെ ഭാഗമായി ഈ കൊണ്ടുവന്ന തെളിവുകളെ തന്നെ അതായത് തെളിവുകളെ മിക്കവാറും ചരിത്രം രണ്ട് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആസ്പദങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മളോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, സംവാദാത്മകമായി നമ്മുടെ വർത്തമാനകാലത്തോട് ഇടപെടുന്ന ഏതെങ്കിലുമൊക്കെ ചരിത്ര നിക്ഷേപങ്ങളിൽ നിന്നാണ് ചരിത്രം സ്വയം സംസാരിക്കുന്നത്. പക്ഷെ അതെപ്പോഴും ഡയലോഗിക് ആയിരിക്കും. കാരണം നമ്മൾ വർത്തമാനകാലത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഒരു ചരിത്ര നിർമ്മിതി ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവാദപരമായ ഒരു പരിസരത്തിനകത്ത് ഒരു ചരിത്രവും, ലോകത്തുള്ള ഒരു ചരിത്രവും ഈ പറയുന്നത് പോലെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ട് എഴുതപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ലഭ്യമായ സംഗതികൾക്കകത്ത് നിന്ന് ഈ പറയുന്ന അതിന്റെ വിടവുകൾ അടയ്ക്കുക അല്ലെങ്കിൽ അതിനകത്തുള്ള ഗ്യാപ്പുകളെ ഫില്ല് ചെയ്തുകൊണ്ട് അതിനൊരു ചരിത്രാഖ്യാനമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് പൊതുവെ നമ്മുടെ ചരിത്ര രചനാ പദ്ധതിയിൽ. അതുകൊണ്ടാണ് ഹൈഡൻ വൈറ്റിനെ പോലുള്ള പിൽക്കാല ഈ പറയുന്ന ചരിത്രകാരന്മാർ തന്നെ ഹിസ്റ്ററി ഒരു നറേഷൻ ആണ് അല്ലെങ്കിൽ നറേറ്റീവ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അതായത് ഹിസ്റ്ററി ആസ് എ നറേഷൻ എന്ന രീതിയിൽ അതൊരു ആഖ്യാനമാണ്. അപ്പൊ ലഭ്യമായ സംഗതികളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കഥയെ നിർമ്മിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള ഈ പറയുന്ന ആസ്പദങ്ങൾ അല്ലെങ്കിൽ ഉപാദാനങ്ങൾ താരതമ്യേന കുറയുക, അത്തരം ഒരു ചരിത്ര അല്ലെങ്കിൽ അത്തരം ഒരു കാലഗണനാ പദ്ധതി തന്നെ ഇല്ലാതിരുന്ന ഈ പറയുന്ന അത്തരം ഒരു ഈ എപ്പിക്കുകളും അല്ലെങ്കിൽ ഐതിഹ്യങ്ങളും ഒക്കെ മിത്തുകളും ഒക്കെ ഇടകലർന്നിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ചരിത്രാഖ്യാന പദ്ധതിയുള്ള ഒരു ഓറിയന്റൽ ഒരു സമീപന രീതിക്കകത്ത് നമുക്കൊരിക്കലും ഈ പറയുന്നത് പോലെ ഒരു കൃത്യമായ ചരിത്ര രചന രീതി എന്ന് പറയുന്നത് സാധ്യമല്ല. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ചരിത്രരചനാ പദ്ധതികളൊക്കെയും വികസിച്ചു വന്നത്. ആ ചരിത്രരചനാ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ സാംസ്കാരിക ചരിത്രം എഴുതപ്പെട്ടത്. അപ്പോൾ ഒരു കൈ കൊണ്ട് ചരിത്രം എഴുതുക, രാഷ്ട്രീയ ചരിത്രം എഴുതുക, മറ്റേ കൈ കൊണ്ട് സാംസ്കാരിക ചരിത്രം എഴുതുക എന്ന് പറയുന്ന ശ്രീധരമേനോന്റെയും ഇളംകുളത്തിന്റെയും ഒക്കെ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിൽക്കാലത്തെയുള്ള ചരിത്രകാരന്മാരും പിന്തുടരുന്നത്. അപ്പൊ അതിനോട് കലഹിച്ചുകൊണ്ട് പി കെ ബാലകൃഷ്ണനെ പോലുള്ളവരൊക്കെ ഈ തെളിവില്ലായ്മയുടെ കഷണ്ടിയിൽ കവിത കൊണ്ടുള്ള ചരിത്രരചന എന്നൊക്കെ പറഞ്ഞ് വേറൊരു തരത്തിലും അതിനെ വിമർശിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഈ ചരിത്രം എന്ന് പറയുന്നത് ചില സാമൂഹ്യ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഇപ്പൊ നമ്മൾ കേരള സംസ്കാരം എന്നോ കേരള ചരിത്രം എന്നോ പറയാതെ കേരള പഠനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനതയുടെ ഒരു ചരിത്രം, ജനതാ ചരിത്രം എന്ന രീതിയിൽ അവിടെ സംസ്കാര സ്മൃതികൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സാഹിത്യം ഇതെല്ലാം കലർന്നുകൊണ്ട് ചരിത്രത്തിനകത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള സംവാദങ്ങളായിട്ട് അല്ലെങ്കിൽ ആശയാവലികളായിട്ടാണ് നമ്മൾ ഇന്ന് ചരിത്രത്തെ കാണുന്നത്. ആ രീതിയിൽ പുതിയ കാലത്തെ ചരിത്രം, ഈ ദ്രാവിഡ ചരിത്രത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, കീഴാള ചരിത്രത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിലനിൽക്കുന്ന ഈ പറയുന്ന കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫിയെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം 2000-ന് ശേഷം വികസിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സിലബസുകളിലോ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഇപ്പോഴും കേരള ചരിത്രം എന്ന് നമ്മൾ സംസ്കാര ചരിത്രമാണ്. സംസ്കാര ചരിത്രം എന്ന് പറയുന്നത് മിക്കവാറും ഈ ഒരു രാഷ്ട്ര കേന്ദ്രിതമായിട്ടുള്ള, അധികാര കേന്ദ്രിതമായ ഒരു ചരിത്രം എന്ന രീതിയിൽ ഏതൊക്കെ രാജവംശങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ കാലത്തുണ്ടായിരുന്ന ഭരണവിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അതുമായുള്ള ബന്ധം, അങ്ങനെ എല്ലാത്തിനെയും ഒരു അധികാരവുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ അധികാരവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള പുതിയ ചരിത്ര രചനാ പദ്ധതികൾ ടി.ആർ. വേണുഗോപാലിനെ പോലുള്ള ആളുകളൊക്കെ പുതിയ കാലത്ത് നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരം പഠനങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ അധികാര ഘടനയല്ല കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചരിത്രത്തെയോ അല്ലെങ്കിൽ സാമ്പത്തിക ചരിത്രത്തെയോ നിർണയിച്ചു തീർന്നു. സമ്പത്തും അധികാരവും ഒക്കെ ഇതിന് സമാന്തരമായിട്ടുണ്ടായിരുന്ന, ഒരുപക്ഷെ ക്ഷേത്രങ്ങളിലും മറ്റൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വലിയ ലാൻഡിന്റെയും സ്വത്തിന്റെയും ഒക്കെ ഉടമകളായിരുന്ന ഒരു സമാന്തര ഒരു സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അധികാരത്തെക്കാൾ പ്രബലമായിരുന്നത്
എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു സാധനം. പക്ഷെ അതൊന്നും നമ്മുടെ ചരിത്രത്തിനകത്ത് കാര്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. കേവലം ഈ ശുകപുരം, പന്നിയൂർ, ഈ പറയുന്ന തർക്കങ്ങൾ പോലുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് രാജാക്കന്മാർ ഇടപെട്ടത് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു 14-ാം നൂറ്റാണ്ട് തൊട്ട് തന്നെ കേരള ചരിത്രത്തെ നിർണ്ണയിച്ചിരുന്നത് വേറെ ചില സാമൂഹ്യാധികാര ശക്തികളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമ്മൾ ആ ഒരു സാംസ്കാരിക ചരിത്രത്തെ ഒന്ന് സാമാന്യമായിട്ടൊന്ന് പരിചയപ്പെടുകയാണ് അതിനകത്ത് ചെയ്യുന്നത്. അതിന് 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഈ മധ്യകാലം വരെയുള്ള ഏതാണ്ടൊരു കൊളോണിയൽ തുടക്കം എന്നൊക്കെ പറയാവുന്ന 18-ാം നൂറ്റാണ്ടിലേക്ക് തൊട്ട് മുമ്പേക്കുള്ള ഒരു ഘട്ടം ഉണ്ടാവുന്നുണ്ട് അല്ലെ, നമ്മൾ മധ്യകാലഘട്ടം എന്നൊക്കെ പറയാവുന്ന. അതോടൊപ്പം തന്നെ കൊളോണിയൽ അധിനിവേശത്തിന്റെ ഒരു തുടക്കങ്ങളൊക്കെ വരുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന വേടി ആദി തൊട്ട് വരുന്ന ഒരു ഘട്ടമുണ്ട്. അതിനുശേഷം ഈ കൊളോണിയൽ ആധുനികതയുടെ ഒരു ഘട്ടം എന്ന് പറയാവുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടാവുന്നുണ്ട്. നവോത്ഥാനവും നവോത്ഥാനാനന്തര കേരളവും എന്ന് പറയുന്ന 3 ഖണ്ഡങ്ങളായിട്ടാണ് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ, നവോത്ഥാനത്തെ ഒന്നുകൂടെ ഫോക്കസ് കൊടുക്കാം എന്ന രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ഘട്ടം സാമാന്യമായി ഉള്ള ചില ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് പ്രാചീന മധ്യകാലഘട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വരിക. അപ്പൊ ആ മേഖലയ്ക്ക് ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഏതാണ്ടൊരു ഈ പറയുന്ന അതിന്റെ ഒരു ഘട്ടം വരെ നമുക്കൊന്ന് പറയാൻ കഴിയുള്ളൂ. അതിനുശേഷമുള്ള ഘട്ടം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടെ ചേർത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് രാജവംശങ്ങളുടെ ഈ പറയുന്ന 2-ാം ചേര സാമ്രാജ്യം വരെയുള്ള ഒരു ഘട്ടമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ 10-48 നാട്ടുരാജ്യങ്ങളായിട്ടൊക്കെ കേരളം ചിതറിപ്പോയിട്ടുള്ള അങ്ങനെയുള്ള ഒരു പുതിയ നടുവാഴുത്ത കേരളം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് കൂടി നമ്മൾ ഈ കൊളോണിയൽ ഘട്ടവുമായിട്ട്, നടുവാഴുത്തവും കൊളോണിയലിസവും എന്ന രീതിയിലാണ് നമ്മൾ നാളെ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ഒരു ലെങ്ത്തിന്റെ ഒരു പ്രശ്നം കൂടെ കണക്കിലെടുത്തുകൊണ്ട് എന്തായാലും നമുക്ക് അതിന്റെ ആദ്യത്തെ ഒരു ഖണ്ഡത്തിലേക്ക് വരാം. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട പോയിന്റ്സുകളും ഇങ്ങനെ നോക്കി പോകുന്ന രീതിയിലാണ് നമ്മളിത് സംവിധാനം ചെയ്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 2-ാം ചേര സാമ്രാജ്യം എന്നൊക്കെ ചില ചരിത്രകാരന്മാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സവിശേഷമായ ഒരു ഘട്ടം ഉണ്ടാവുന്നുണ്ട്. അതൊരു നൂറ്റാണ്ട് യുദ്ധത്തിലൂടെ അവസാനിച്ചു എന്നൊക്കെ പറയുന്ന പെരുമാൾ മക്കത്ത് പോയ കഥ പോലുള്ള ചില സംഗതികൾ, അങ്ങനെ പലതരത്തിലുള്ള കഥകൾ ചേർത്തുകൊണ്ടാണ് അത്തരം അങ്ങനെ ഒരു ചേര സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഡിബേറ്റബിൾ ആയ സംഗതിയാണ്. അതുവരെയുള്ള ഒരു ഘട്ടത്തെയാണ് നമ്മളിന്ന് പൊതുവായിട്ട് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചരിത്രങ്ങൾ നിങ്ങളൊന്ന് ഓടിച്ചൊന്ന് നോക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പുസ്തകങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് കേരള ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമുക്കറിയാവുന്നത് പോലെ കേരളത്തിന്റെ ഒരു ചരിത്ര രചന ഇളംകുളം പത്ത് സ്കൂൾ എന്നുള്ളൊരു സ്കൂളോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ആധുനിക ചരിത്ര രചന ഉണ്ടാവുന്നത്. അതിനു മുമ്പ് നമുക്ക് തിരുവിതാംകൂർ ചരിത്ര രചനകൾ പോലുള്ള പലതരം ചരിത്ര രചനകൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന കേരള പഴമ പോലുള്ള കൃതികളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മളൊരു ആധുനിക വീക്ഷണത്തിലുള്ള ഒരു ശാസ്ത്രീയ ചരിത്ര രചന എന്ന രീതിയിലേക്ക് ഇളംകുളം ഒരൊറ്റ ചരിത്ര കൃതിയല്ല പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം. പല പല ഖണ്ഡങ്ങളിലൂടെ അല്ലെങ്കിൽ പല പല ചരിത്ര രചനകളിലൂടെ ആണ് ഈ ഇളംകുളം ഏതാണ്ട് ഈ പറയുന്ന ഒരു പ്രാചീന മധ്യകാല കേരള ചരിത്രം എഴുതിയത്. അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പാഠപുസ്തക സ്വഭാവത്തിലേക്ക് മാറ്റുക എന്ന പണിയാണ് ശ്രീധരമേനോനെ പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ട്, ശ്രീധരമേനോൻ വരുന്നതോടുകൂടെ ഇളംകുളത്തിൻ്റെത് അതിന്റെ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വളരെ ചില പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ, അന്നത്തെ കേരളം പോലുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ കേരളം 5-6 നൂറ്റാണ്ടുകളിൽ കേരള ചരിത്രത്തിലെ പിൽക്കാലത്ത് വന്നുള്ള ഇരുളടഞ്ഞ അധ്യായങ്ങൾ എന്നുള്ള പുസ്തകം, അല്ലെ, ചില കേരള ചരിത്ര പ്രശ്നങ്ങൾ, അല്ലെ, അങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ എപ്പോഴും ഈ പറയുന്ന പ്രധാനപ്പെട്ട മലയാളത്തിലെ കേരള ചരിത്രവുമായി സംസ്കാരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ ഓതേഴ്സിനെ ഒന്ന് ഓർത്തു വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇളംകുളത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇതൊക്കെയാണ്. ഇതുകൂടാതെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില ചരിത്ര കൃതികൾ,
കേരള ചരിത്രം പുരാതന കാലത്ത് നിന്ന് നാട്ടൂർ കൃഷ്ണപിഷാരുടെ പുസ്തകം ഉണ്ടാവുന്നുണ്ട്. ജൈനമതം കേരളത്തിൽ പി.കെ. ഗോപാലകൃഷ്ണന്റെ വളരെ പ്രസിദ്ധമാണ്. വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്ന പുസ്തകം, അല്ലെ, കേരള സംസ്കാരം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. കേരളവും ക്രിസ്ത്യൻ മിഷണറിമാരും അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അല്ലെ. അപ്പൊ ഇവരൊക്കെ എം. ജോസഫ് ഒക്കെ ധാരാളം ആ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആദ്യമായി കേരള ക്രൈസ്തവർ എന്ന് പറയുന്ന രീതിയിൽ ഇതിന്റെ ഒരു ദളിത് വ്യാഖ്യാനമൊക്കെ ആയിട്ടുള്ള ചില സംഗതികൾ ഉണ്ടാവുന്നുണ്ട്. മാർക്സിയൻ രീതിയിലുള്ള ചരിത്ര രചനാ പദ്ധതികൾ EMS അതുപോലെ തന്നെ കേദാമോദരന്റെ കേരള ചരിത്രമുണ്ട്, അല്ലെ. അതുപോലെ തന്നെ EMSന്റെ മലയാളികളുടെ മാതൃഭൂമിയുണ്ട്, അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയുള്ള ഒരു മാർക്സിയൻ സങ്കല്പ പ്രകാരം രചിക്കപ്പെട്ടിട്ടുള്ള രാജൻ ഗുരുക്കൾക്കും അതുപോലെ തന്നെ M.R. രാഘവാര്യൻ ചേർന്ന് പിന്നീട് അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ധാരയും നമ്മുടെ ഒരു കേരള ചരിത്ര രചനയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. M.G.S. നാരായണൻ നീ പറഞ്ഞതുപോലെ ഈ രണ്ടാം ചേര സാമ്രാജ്യത്തെ സംബന്ധിച്ച് നൂറ്റാണ്ട് യുദ്ധം പോലെ ചില മിത്തുകളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്കൂൾ വരുന്നതോടു കൂടിയാണ് കുറെ കൂടെ ചരിത്രം എന്ന് പറയുന്നത് കുറെ കൂടെ ആഴത്തിലുള്ളതും അതുപോലെ തന്നെ സാംസ്കാരിക പഠനത്തിന്റെ നിലവാരത്തിലേക്ക് വികസിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന പെരുമാൾ വാഴ്ചയെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പഠനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മാത്രമല്ല ഒരു പാൻ ഇന്ത്യൻ ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ കാണുക. പൊതുവെ ആ ഘട്ടമാകുമ്പോഴേക്കും ഇന്ത്യൻ ബൗദ്ധിക ചിന്തയ്ക്കകത്ത് ഹിസ്റ്റോറിയോഗ്രാഫേഴ്സിന് അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസിന് വലിയ പ്രാധാന്യം ഉണ്ടാവുന്നുണ്ട്. കോസംബി അടക്കമുള്ള ആളുകൾ വരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന റോമില താപ്പർ വരെയുള്ള ഒരുപാട് പേര് വന്നിട്ട് പ്രത്യേകിച്ച് ഒരു മാർക്സിയൻ സ്കൂൾ തന്നെ ഇവിടെ വളരെ സജീവമായിട്ട് വരികയും അവര് ഈ പറയുന്ന ഒരു ആധുനിക ഒരു ചരിത്ര പദ്ധതി ഇവിടെ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ചരിത്രം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡൊമൈനായിട്ട് ഒരു പ്രത്യേക ഒരു ജ്ഞാനമണ്ഡലമായി വികസിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ സംഭാവന ചെയ്ത് അത് കേരളത്തിൽ നിന്നുള്ള ചരിത്രകാരന്മാരുടെ സ്കൂളായിരുന്നു. അവിടെ MGSന് വലിയൊരു റോൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ചരിത്ര കൃതികൾ നമുക്ക് ഓർമ്മ വേണം. അതോടൊപ്പം തന്നെ മിത്തിനെയും ചരിത്രത്തെയും വേർതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മിത്തുകളെയൊക്കെ ഈ ആധുനിക ചരിത്ര സങ്കല്പ പ്രകാരം മിത്തുകളെയൊക്കെ ചരിത്രത്തിന് പുറത്തു നിർത്തുന്ന ചില ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനെതിരായിട്ട് ഒരു സ്കൂളാണ് ഒരുപക്ഷെ കേസരിയുടെ ഈ പറയുന്ന ചരിത്രത്തിന്റെ അടിവേരുകൾ എന്ന് പറയുന്ന കേസരിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം ഉണ്ടാവും. പ്രത്യേകിച്ച് പറയവെത്ത ബന്ധുലമായാലും ഇങ്ങനെയുള്ള ഒരുപാട് കഥകളിൽ നിന്നുകൊണ്ട് തന്റേതായ കാലഗണനയുടെയൊക്കെ ഒരു ഭാരതീയ കാലഗണനാ സമ്പ്രദായമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രതിചരിത്ര നിർമ്മിതിയുടെ ഒരു ശ്രമം, പരാജയപ്പെട്ട ഒരു ശ്രമം എന്ന രീതിയിൽ അല്ലാതെ അതിനൊരു ഒരു പ്രധാന ചരിത്രകൃതിയായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. 19-ാം നൂറ്റാണ്ടിലെ കേരളം പോലെയുള്ള അതിന് പുതിയ വോള്യൂം വന്നിട്ടുണ്ട്. അപ്പൊ വളരെ ഗംഭീരമായിട്ടുള്ള അന്നത്തെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളുടെ നറേറ്റീവുകളായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്, ചില സവിശേഷ ചരിത്ര സന്ദർഭങ്ങളെയും സാമൂഹ്യ ജീവിതത്തിന്റെയൊക്കെ നറേഷൻസ് പ്രാധാന്യം നൽകുന്ന നേരത്തെ പറയുന്ന ഒരു രാജ്യചരിത്രങ്ങളുടെ അല്ലെങ്കിൽ രാജചരിത്രങ്ങളുടെ ഒരു പരമ്പരയിൽ നിന്ന് മാറിക്കൊണ്ട് ജനതാ ചരിത്രത്തിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ ഒരു സംഗതി നമുക്ക് ഭാസ്കരന്റെ പുസ്തകവും വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. പിന്നെ ഏറ്റവും ആധുനികമായ ഒരു ചരിത്ര രചനാ പദ്ധതികൾ ഉണ്ടാവുന്നത്, അല്ലെ, M.R. രാഘവാര്യരെ പോലുള്ള ആളുകളിൽ. അപ്പൊ അവര് വരുമ്പോഴേക്കും ഈ പറയുന്ന ഈ രാജവംശങ്ങളെ കേന്ദ്രീകരിക്കുന്നതിന് പകരം സ്വരൂപങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയം അവിടെ ഉണ്ടാവും. ചില കേരളത്തിൻ്റെത് മാത്രമായ ഒരു സ്വരൂപം എന്ന് പറയുന്ന ഒരു പാരഡൈം വളരെ പ്രധാനമാവും. ആ സ്വരൂപങ്ങൾ പലതരം നമ്മുടെ ദായക്രമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പല പല താവഴികളായിട്ട് മാറിക്കൊണ്ട് താവഴികൾക്കിടയിൽ അധികാരം മാറുകയും അതിന്റെ മൂപ്പിളമ തർക്കങ്ങളൊക്കെ വരുന്ന സ്വരൂപ കേന്ദ്രിതമായിട്ടുള്ള ഒരു കേരളത്തിന്റെ സങ്കല്പം, ക്ഷേത്ര കേന്ദ്രിതമായിട്ടുള്ള ഒരു നാട് സങ്കല്പം, നാട് ദേശം എന്നൊക്കെ പറയുന്ന ഒരു സമാന്തര സങ്കല്പം, ഇങ്ങനെ രീതിയിലേക്ക് കേരളത്തിന്റെ ഒരു വളരെ രേഖീയ സ്വഭാവത്തിലുള്ള ചരിത്രത്തെ കുറച്ചുകൂടി ഡൈനാമിക് ആക്കി മാറ്റുന്ന ശ്രമങ്ങൾ ആ കാലഘട്ടത്തിലേക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ. പിന്നെ അതല്ലാതെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് വേലായുധൻ പണിക്കശ്ശേരിയെ പോലുള്ള ആളുകളുടെയൊക്കെ ചില ചരിത്രങ്ങളും നമുക്ക് അതിനകത്ത് പറയാൻ കഴിയാവുന്ന ശ്രദ്ധിക്കപ്പെടുന്ന പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള ചരിത്രങ്ങളാണ്. മാർക്സിയൻ സ്കൂളിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ. ഇതുകൂടാതെ ഉള്ള ചില പ്രധാനപ്പെട്ട കൃതികൾ ഇതിനകത്ത് വരുന്നത് പോലെ കേദാമോദരന്റെ കേരള ചരിത്രം പൂർത്തിയാക്കപ്പെടാത്ത സംരംഭമാണ് എന്ന് നമുക്കറിയാം, അല്ലെ. 500 വർഷത്തെ കേരളം എന്ന് പറയുന്ന സ്കറിയ മാഷ് എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് ഒരർത്ഥത്തിലൊരു സാംസ്കാരിക ചരിത്ര രചനയുടെ ഒരു പുതിയ സംസ്കാര പഠനത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അതിനെ അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ്. കേരളത്തിന്റെ ഇന്നലെകളടക്കമുള്ള KN ഗണേശന്റെ മറ്റേ അല്ലെങ്കിൽ രാജൻ ഗുരുക്കളിലേക്ക് ഒരു സംഗതി ആവുമ്പോഴേക്കും കുറെ കൂടെ അത് ആർക്കിയോളജിയുടെയും പുതിയ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പുതിയ ജനസമൂഹങ്ങൾ, അതോടൊപ്പം തന്നെ തൊഴിൽ ഗ്രൂപ്പിങ്ങുകൾ, ഇങ്ങനെയുള്ള പുതിയ ചില ചരിത്ര രചനയുടെ ആശയങ്ങൾ
കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അധികാരം പോലുള്ള കാര്യങ്ങൾ, സമ്പത്തിന്റെ വിനിയോഗം പോലുള്ള കാര്യങ്ങൾ, ഭൂവിനിയോഗം പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മനുഷ്യനും മണ്ണും തമ്മിലൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നുള്ള ഒരു ശ്രമവും കേരളത്തിലെ ഈ പറഞ്ഞ രാജ്യചരിത്രങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു ഒരു 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ സംവാദത്തിനകത്താണ് കേരളത്തിന്റെ ചരിത്ര രചനാ പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ കേരളത്തിന്റെ ചരിത്ര രചനയ്ക്ക് സഹായകമായ ഒരു ടോപ്പിക് അങ്ങനെയാണ് പൊതുവെ വരുന്നത്. കേരളത്തിന്റെ ചരിത്ര രചനയ്ക്ക് സഹായകമായിട്ടുള്ള ആദ്യകാല കൃതികൾ ഏതൊക്കെയാണ്, ആദ്യകാല വസ്തുതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനെയാണ് നമ്മൾ മറ്റേ ഉപാദാന സാമഗ്രികൾ എന്ന് പറയുന്നത്. ചരിത്ര രചനയ്ക്ക് അങ്ങനെയുള്ള ഉപാദാന സാമഗ്രികൾ ആവശ്യമുണ്ട് നമ്മൾ പറയട്ടെ. അപ്പൊ കേരള ചരിത്ര രചനയ്ക്ക് അങ്ങനെ കാര്യമായ ഉപാദാന സാമഗ്രികളൊന്നും ലഭ്യമല്ല. നമുക്ക് ആകെ ഉള്ളത് ചില എന്താ പറയാ, ചില പ്രകൃതി വസ്തുക്കൾ, അല്ലെങ്കിൽ അതിന്റെ ചില റെലിക് ഫോമുകൾ, വനങ്ങാടികളെ പോലെ, അല്ലെങ്കിൽ ചില ശിലാലിഖിതങ്ങൾ പോലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചില മോണുമെന്റുകളുടെ ഒക്കെ ചില സംഗതികൾ, അങ്ങനെയുള്ള കുറെ മ്യൂസിയം പീസുകൾ എന്ന് പറയാൻ കഴിയാവുന്ന കുറച്ച് സംഗതികൾ മാത്രമാണ് നമുക്ക് അങ്ങനെ ഭൗതികമായ ചില സംഗതികളായിട്ടുള്ളത്. പിന്നെ ലിറ്ററേച്ചറിന്റെ കുറച്ച് സാധനങ്ങളുണ്ട്, ശാസനങ്ങൾ പോലുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലെ. അപ്പൊ അതോടൊപ്പം തന്നെ ഇവിടെ കേരളത്തിന് ഒരു പക്ഷെ ചരിത്രത്തിന്റെ തുടക്കം തൊട്ട് തന്നെ അങ്ങനെ ആലങ്കാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അറബികളുമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധം തൊട്ട് തുടങ്ങുന്ന ഒരു നീണ്ടകാല വിദേശ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ വിദേശ സഞ്ചാരികളുടെയും വ്യാപാരികളുടെയും ഒക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന ആഖ്യാനങ്ങൾ അല്ലെങ്കിൽ നരവംശ രേഖകളിലൊക്കെ വരുന്ന ചില പരാമർശങ്ങളിലൂടെയാണ് കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്നറിയാം, അല്ലെ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന കേരളത്തിൽ നിന്നല്ലാതെ പുറമെ നിന്ന് വന്ന ഭാരതീയമായ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വരുന്ന കൃതികൾക്കകത്ത് ഈ പറയുന്ന കൃതികളിലാണ്, അല്ലെ, ഇതിരെ ആരണ്യകത്തിലാണ്, ഈ പറയുന്ന അതിനകത്ത് അല്ല വാർത്തികത്തിനകത്തൊക്കെ ചില കാലം നിർണ്ണയിക്കാൻ നമുക്ക് കഴിയുന്നത്. വാർത്തികത്തിനകത്ത് കേരളത്തെ കുറിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട് എന്നുള്ള സംഗതികളുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ പരീക്ഷകളിലൊക്കെ പറയുന്നൊരു കാര്യം ഐതരേയ ആരണ്യകം, അല്ലെങ്കിൽ നമ്മൾ ഉത്തരമായിട്ട് എപ്പോഴും വരെ കേരളത്തെ പരാമർശിക്കുന്ന ഏറ്റവും പുരാതനമായ ഒരു സംസ്കൃത കൃതിയായിട്ട് അതിനെയാണ് എടുത്ത് കാണിക്കുന്നത്, അല്ലെ. ഇതുകൂടാതെ നമ്മുടെ എപ്പിക്കുകളിൽ, നമ്മുടെ പുരാണങ്ങൾക്കകത്ത്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൃത്തി, വാർത്തികം, ഭാഷ്യം തുടങ്ങിയ ഇതിനകത്തൊക്കെയും കേരളത്തെ സംബന്ധിച്ച ചില സൂചനകളോ പരാമർശങ്ങളോ ഉണ്ടാവും, അല്ലെ. അതുപോലെ ചൂർണി നദിയെ സംബന്ധിച്ച്, പെരിയാറിനെയൊക്കെ സംബന്ധിച്ച പരാമർശം ഈ പറയുന്ന കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലുണ്ട് എന്ന് പറയുന്നത്. കാളിദാസ കൃതികളിൽ, പ്രത്യേകിച്ച് രഘുവംശം പോലുള്ള കൃതികളിലൊക്കെ ഈ പറയുന്ന കേരളത്തെ കുറിച്ചുള്ള പരാമർശം തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പൊ അങ്ങനെ കുറെ സംസ്കൃതത്തിൽ നിന്നുള്ള കുറെ സാഹിത്യ കൃതികൾ നമ്മൾ ഇതിനകത്തൊക്കെ കാളിദാസന്റെ ഏത് കൃതിയിലാണ് കേരളത്തെ കുറിച്ചുള്ള പരാമർശമുള്ളത്, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വരാം. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് കേരള ചരിത്രത്തിൽ എനിക്ക് സഹായകമായ ഉപാദാന സാമഗ്രികളായിട്ട് നമ്മൾ പറയാറുള്ളത്, അല്ലെ. ഗ്രന്ഥവരികൾ പോലെയുള്ള, അല്ലെങ്കിൽ സഞ്ചാരക്കുറിപ്പുകൾ പോലെയൊക്കെയുള്ള, അല്ലെ, ഇപ്പൊ ക്ഷേത്രങ്ങളെയോ കൊട്ടാരങ്ങളെയോ കേന്ദ്രീകരിച്ചിട്ടുള്ള അവിടുത്തെ നാൾവഴി കണക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ചില തകിടിലോ മറ്റൊക്കെ എഴുതി വെക്കുന്ന, അല്ലെ, ചെപ്പേടുകളിലോ അല്ലെങ്കിൽ ഓലകളിലോ എഴുതി വെച്ചിട്ടുള്ള വിവരങ്ങൾ, ശാസനങ്ങൾ, ചില സ്മാരകങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചെപ്പേടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതുകൂടാതെ ഈ പറയുന്ന വാമൊഴിയായിട്ടുള്ള ആഖ്യാനങ്ങളിലൂടെ, അല്ലെ, കേരളപ്പഴമ പോലുള്ള അത്തരം ഒരുപാട് ആഖ്യാനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഗതികളാണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്, അല്ലെ. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുണ്ടായ ചില കൃതികളാണ് സംസ്കൃത കൃതികൾ എന്ന രീതിയിലാണ് ഈ പറയുന്ന കുലശേഖരന്മാരുടെ കാലത്ത് വന്നിട്ടുള്ള ആദ്യഘട്ടത്തിൽ തന്നെ വരുന്ന പ്രത്യേകിച്ച് കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും കേരളീയ ക്ഷേത്ര കലകളുടെയും ഒക്കെ ഒരു തുടക്കം, അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ ഒരു ഘട്ടമായിട്ട് നമ്മൾ പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അല്ലെ, ഈ കുലശേഖരന്റെ തപതി സംവരണം അല്ലെങ്കിൽ വിച്ഛിന്നാഭിഷേകം, അല്ലെ. ഇതുകൂടാതെ ശങ്കരനാരായണീയം, അല്ലെ, ആ കാലത്തെ ഈ പറയുന്ന ആസ്ട്രോണമിയുടെ ഒരു വലിയ മോണുമെന്റ് ആയിട്ട് പറയുന്ന ഒരു സംഗതി, അല്ലെ. ഇതെല്ലാം രണ്ടാം ചേര സാമ്രാജ്യ കാലത്ത് വരുന്ന ഒരു സംഗതിയാണ്, അല്ലെ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്നുണ്ടായ രാജ്യത്തെ കൃതി എന്ന് നമുക്ക് പറയാവുന്നത് മൂഷക വംശത്തെ കുറിച്ചുള്ള, അല്ലെ, ഏഴുമല നന്നന്മാരെ കുറിച്ചുള്ള മൂഷക വംശത്തെ കുറിച്ചുള്ള അതുലൻ എഴുതിയിട്ടുള്ള നമ്മൾ വിചാരിക്കുന്ന മൂഷകവംശം എന്ന് പറയുന്ന മഹാകാവ്യമാണ്, അല്ലെ. ഇതുകൂടാതെ സംസ്കൃതത്തിലുള്ള സന്ദേശകാവ്യങ്ങൾ, ലീലാതിലകം പോലെയുള്ള 4-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു ഘട്ടം നമ്മൾ നോക്കും.
നോക്കുമ്പോൾ ഇത്തരം പിൽക്കാല സംസ്കൃത കൃതികളും ഈ പറയുന്ന AD 10 തൊട്ടിട്ട് ഒരു 14 വരെയുള്ള ഒരു കാലഘട്ടത്തിലെ കേരളത്തെ സംബന്ധിച്ച പല വിവരങ്ങളും നൽകുന്ന കൃതികളാണ് എന്ന് നമുക്കറിയാം. ഇത്രയാണ് പ്രധാനമായ സംസ്കൃത കൃതികളെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ സംഘം കൃതികൾ, ധാരാളം സംഘം കൃതികളും ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലെ. അതിനകത്ത് 38ഓളം 2 സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാമോ. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കളക്ഷൻസ് എന്ന് പറയുന്ന എട്ടുതൊകയും പത്തുപാട്ടുമാണ് എന്ന് നമുക്കറിയാം അല്ലെ. എട്ടുതൊകയിലുള്ള പുറനാനൂറ്, അകനാനൂറ്, നറ്റിനെ, കുറുന്തുകൈ എന്നൊക്കെ പറയുന്ന നിരവധി കവികൾ ചേർന്ന് എഴുതിയിട്ടുള്ള കവിതകളാണെന്നറിയാം. അതിനകത്ത് 15 ആണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ട് നമുക്ക് കരുതപ്പെടുന്നത് അല്ലെ. അത് കേരളത്തിലായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന അതിനെ ഡിബേറ്റബിൾ ആയ ഒരു സംഗതിയാണ്. ചേരന്മാർ കേരളീയരായിരുന്നില്ല എന്ന് പറയുന്ന ഒരു വാദവും വളരെ പ്രബലമായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. അതിന്റെ ഒരു ദേശപരമായ വിസ്തൃതിയും മറ്റൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും ഈ ചേരരാജ്യം എവിടെയായിരുന്നു എന്ന് പറയുന്ന വലിയ തർക്ക വിഷയമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് വേറൊരു വിഷയമാണ്. ഉണ്ണിക്കടാവിനെ പോലുള്ള ആളുകളൊക്കെ അത്തരം ചില ആർഗ്യുമെന്റ്സ് വെച്ചിട്ടുണ്ടായത് കേരളമല്ല കേരളം എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇതുകൂടാതെ ദീർഘകവനങ്ങൾ എന്ന് പറയാവുന്ന 10 പാട്ടിൽ വരുന്ന പല പല ദീർഘകവിതകൾക്കകത്തും കേരളത്തെ സംബന്ധിച്ച നിരവധി പരാമർശം, തിരുവരുകാറ്റുപടை, അതുപോലെ തന്നെ ചെറുപ്പനാറ്റുപടை, പെരുമ്പാണാറ്റുപടை അല്ലെ, മുല്ലൈപ്പാട്ട്, മധുരൈ കാഞ്ചിയല്, ഓണത്തെ കുറിച്ചൊക്കെയുള്ള പരാമർശം, അങ്ങനെ പല സംഗതികളും വരുന്ന ധാരാളം കൃതികളും ഈ പറഞ്ഞ പോലെ സംഘം ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ടും. അതുകൊണ്ട് സംഘം കൃതികളുടെ ഗായകരെന്നോ അല്ലെങ്കിൽ കവികളെന്നോ ഒക്കെ നമ്മൾ പറയുന്ന ആളുകളിൽ പലരും കേരളീയരായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സംഘകാല സാഹിത്യത്തെ അല്ലെങ്കിൽ ആ സാഹിത്യ വിവരണങ്ങളെ കേരളത്തിന്റെ ഒരു സാമൂഹ്യ വിവരണമായിട്ടാണ് നമ്മുടെ ചരിത്രകാരന്മാരെടുത്തത്. അങ്ങനെയാണ് സംഘകാലം എന്ന് പറയുന്ന ഒരു വലിയ കാലത്ത് അത് പല ചരിത്ര പണ്ഡിതന്മാരും പിൽക്കാലത്ത് അതിനെ എതിർത്തിട്ടുണ്ട്. അതിനൊരു കേരളത്തിന്റെ ഒരു ചരിത്രമായിട്ട് അതിനെ കാണുന്നതിനെ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു വിഷയമാണ്. എന്തായാലും സംഘം കൃതികൾ ആ രീതിയിൽ നമുക്കൊരു ഒരു പ്രധാനപ്പെട്ട ഒരു മോണമെന്റ് ആണ്. ഒരു ചരിത്രത്തിന്റെ ഒരു സ്മാരകമെന്നോ അല്ലെങ്കിൽ ഉപാദാന സാമഗ്രി എന്നോ പറയാം അല്ലെ. ഇതുകൂടാതെ തമിഴിലുണ്ടായിട്ട് ഇപ്പൊ സംസ്കൃതത്തിലുള്ള കൃതികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമിഴിലുള്ള പിന്നീട് കൃതികൾ നോക്കുമ്പോൾ അല്ലെ ചിലപ്പതികാരവും തൊൽക്കാപ്യവും മണിമേഖലയും പോലുള്ള കൃതികൾ പിൽക്കാലം വരുന്നതാണ്. മണിമേഖ അപ്പൊ ബുദ്ധജൈന മതത്തിന്റെ ഒരു സ്വാധീനം വരുന്നതിന് ശേഷം ഉണ്ടാവുന്ന അല്ലെ. അപ്പൊ അവിടെ അത്തരം ഈ പറയുന്ന പത്തിനിക്കടവുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണ്ണകി കോവൽ കഥയുമായി ബന്ധപ്പെട്ടൊക്കെ ചേരന്റെ ചെങ്കുട്ടവനൊക്കെയുള്ള ഒരു റോളൊക്കെ അതിനകത്ത് കൃത്യമായി വരുന്നുണ്ട് അല്ലെ. തൊൽക്കാപ്യത്തിൽ തന്നെ പല തിണകളെ കുറിച്ചുള്ള പരാമർശത്തിനകത്തായാലും പല പരാമർശങ്ങളിലൊക്കെയും കേരളം കടന്നു വരുന്നുണ്ട് അല്ലെ. ഇതുകൂടാതെ 14 കണക്ക് എന്ന് പറയുന്ന ചില എന്താ പറയാ ആ കാലഘട്ടത്തിലെ ഒരു ധാർമ്മിക സദാചാര സംഹിത എന്ന് പറയാവുന്ന 18 കവിതകളുടെ ഒരു സമാഹാരമാണ് ഈ പറയുന്ന 14 കണക്ക് എന്ന് പറഞ്ഞാൽ. അതൊരു ധാർമ്മികവും സദാചാരവുമായ വിഷയങ്ങളാണ്. ഈ പറഞ്ഞ പോലെ അറം, അകം അല്ലെ, പുറം, പ്രണയം, ദാമ്പത്യം എന്നൊക്കെ പറയുന്ന നമ്മൾ സംഘകാലവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ചില സംഗതികളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല കൃതികൾക്കകത്തും കേരളവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള പല രചയിതാക്കളും ഈ 18 കൃതികൾക്കും 18 രചയിതാക്കളാണുള്ളത് അല്ലെ. അപ്പൊ അവർക്ക് പലർക്കും കേരളവുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അത് കേരളീയ ജീവിതത്തിൽ തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന വാദങ്ങളൊക്കെയാണ് പൊതുവായിട്ട് ഉള്ളത്. അപ്പൊ ഒരു സാരോപദേശ കഥകൾ എന്ന രീതിയിലാണ് 14 കീഴുകളൊക്കെ വരുന്നത്. ഓക്കെ. ഇതുകൂടാതെ കേരളത്തിന്റെ ഒരു സാഹിത്യ ചരിത്രം ആരംഭിക്കുന്ന തൊട്ട് തന്നെ നമുക്ക് ഒരുപാട് ചരിത്ര പരാമർശങ്ങൾ കിട്ടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പാട്ട് സാഹിത്യത്തെക്കാളത് നമുക്ക് ലഭിക്കുന്നത് മണിപ്രവാള സാഹിത്യത്തിലാണ് എന്ന് നമ്മൾ ചരിത്രപരമായ പ്രാധാന്യം മണിപ്രവാള കൃതികൾക്കാണ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ആദ്യത്തെ 3 അച്ചീചരിതങ്ങളും കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ചും കേരളത്തിന്റെ ഒരു ആരാധനാക്രമം, കേരളത്തിന്റെ ഒരു ജാതി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശം, കേരളത്തിന്റെ ചന്തകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയണ്ട അല്ലെ. ഉണ്ണിയച്ചീചരിതമായാലും അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തിൽ അപ്പൊ ഓരോ ക്ഷേത്രങ്ങൾ തിരുനെല്ലിയെ കേന്ദ്രീകരിച്ചാണെന്ന് അറിയാം അല്ലെ. അപ്പൊ അവിടെയൊക്കെ എന്താ പറയാ അത്തരം ഉണ്ണിച്ചേരിദേവി ചരിതമായാലും അല്ലെങ്കിൽ ഉണ്ണിയാടി ചരിതമായാലും അപ്പൊ അതൊക്കെ കേരളത്തിന്റെ ഈ ഒരു ജോഗ്രഫിക്കൽ 3 സ്പേസിൽ നിന്നുണ്ടായ കൃതികൾ എന്ന രീതിയിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. സന്ദേശകാവ്യങ്ങൾ ഇതുപോലെ പക്ഷേ കേരളത്തിന്റെ ഒരു അന്നത്തെ നടപ്പാതകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട
വാണിഭങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പലതരം ട്രേഡ് കമ്മ്യൂണിറ്റികളെയും അല്ലെങ്കിൽ മറ്റു ചില കമ്മ്യൂണിറ്റികളെയൊക്കെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ തരുന്ന ഒരു കൃതികളാണ് സന്ദേശകാവ്യം എന്ന് പറയുന്ന കാര്യം, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ഭൂമിശാസ്ത്രപരമായ ഒരു കാര്യങ്ങൾ, ക്ഷേത്രങ്ങളുടെ ഇത്, രാജാക്കന്മാരും അവർ തമ്മിലുള്ള പലതരം തർക്കങ്ങളും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ സന്ദേശകാവ്യങ്ങൾ, അല്ലെ? മറ്റൊന്ന് അനന്തപുര വർണ്ണനം എന്ന് പറയുന്ന കൃതി, ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം നഗരത്തെ വർണ്ണിക്കുന്ന, അല്ലെ, ആദ്യകാല മണിപ്രവാള കൃതികളിൽ ഒന്നാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ കച്ചവട കേന്ദ്രങ്ങൾ, അല്ലെ, അതുപോലെ തന്നെ ഉത്സവങ്ങളെ സംബന്ധിച്ച്, ജനങ്ങളുടെ ജീവിത രീതി സംബന്ധിച്ചൊക്കെ വളരെ വിശാലമായിട്ട് 14ാം നൂറ്റാണ്ടിലെ കേരളത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് അനന്തപുര വർണ്ണനം എന്ന് നമുക്കറിയാം, അല്ലെ? ഇതേ ഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിലെ ഒരു കീഴാള സമൂഹം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു മാർജിനൽ സ്പേസിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹം എന്ന് പറയാവുന്ന ആദ്യ ദശകം തൊട്ട് തന്നെ കേരളത്തിൽ ഒരു മത സാന്നിധ്യമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളുടെ ഒരു ഒരു ചരിത്ര രചനാ സംരംഭം എന്ന രീതിയിൽ നമ്മൾ തുഫത്തുൽ മറ്റേ മുജാഹിദീൻ എന്ന് പറഞ്ഞ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ കൃതിയിൽ 16ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതോടെ തന്നെ ബീജാപുരം സുൽത്താനെ കുറിച്ചുള്ള ചില സംഗതികൾ, അല്ലെ, അത്തരം ഒരു ചരിത്ര രചന നടത്താനുള്ള ചില ശ്രമങ്ങൾ, കൊളോണിയൽ അധിനിവേശത്തിനെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ സാമൂതിരിയും അവിടുത്തെ മലബാറിലെ മാപ്പിളമാരും തമ്മിലുള്ള ചില ബന്ധങ്ങൾ, അല്ലെ, അതോടൊപ്പം തന്നെ ഒരു പാൻ ഇന്ത്യൻ ഇസ്ലാമിക് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട, എന്നുവെച്ചാൽ കേരളത്തിനകത്ത് ബാക്കിയെല്ലാം സാഹിത്യകൃതികളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രകൃതി എന്ന രീതിയിൽ ഏറ്റവും ആദ്യത്തെ കൃതി എന്ന് പറ്റാവുന്ന സംഗതിയാണ് ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കൃതി എന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്, അല്ലെ? ഇത് കൂടാതെ കുറെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള സഞ്ചാരികളുടെയും, അതുപോലെ തന്നെ സഞ്ചാരികളല്ലാതെ തന്നെ ആ സമയമാകുമ്പോഴേക്കും ഭൂമിശാസ്ത്രം ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ട്, ലോകത്തെ ഏതോ ഒരു കോണിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ വിഭാവനം ചെയ്തുകൊണ്ട് ഇതാണ് ലോക ഭൂപടം എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അന്ന് വിചാരിക്കുന്ന തരം കൃതികളാണ് ആദ്യകാലത്ത് ഗ്രീക്കുകാരുടെ കാലത്തൊക്കെ ഉണ്ടാവുന്നത്. പ്ലിനിയുടെയും ടോളമിയുടെയും ഒക്കെ വിവരണങ്ങൾക്കകത്ത് അങ്ങനത്തെ സ്വഭാവമുള്ള, പക്ഷെ അവിടെയൊക്കെയും ഈ പറഞ്ഞ പോലെ കേരളത്തെ കുറിച്ചൊക്കെയുള്ള ചില പരാമർശങ്ങൾ, അല്ലെ, മെഗസ്തനീസിന്റെ ഭൂമിശാസ്ത്ര വിവരണങ്ങൾ, അങ്ങനെയുള്ള കുറെ വിവരണങ്ങൾക്കകത്ത് ഈ പറയുന്ന കുറെ പരാമർശങ്ങൾ ഗ്രീക്ക് റോമൻ സഞ്ചാരികളുടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ, അല്ലെങ്കിൽ അത് ആ ഒരു ക്ലാസിക്കൽ ഘട്ടത്തിൽ കേരളവുമായിട്ടുള്ള നിരന്തരമായ വിനിമയം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അഥവാ ആ വിനിമയത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കുരുമുളകുമായി ബന്ധപ്പെട്ട ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ മുസ്ലിം തുറമുഖം വഴി നടന്നിരുന്ന വ്യാപാരങ്ങൾ, ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവരുടെ ഭൂമിശാസ്ത്ര വിവരണങ്ങൾക്കകത്ത് കേരളം ഒരു പ്രധാനപ്പെട്ട ഒരു കേരളത്തിന് ദൃശ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പൊ മുസ്ലിസ് പോലുള്ള തുറമുഖം, കുരുമുളകുമായി ബന്ധപ്പെട്ട, അല്ലെ, ഈ പറഞ്ഞ പോലെ കറുത്ത സ്വർണം പോലുള്ള ചില സംഗതികൾ, അല്ലെ, അതോടൊപ്പം തന്നെ റോമിൽ നിന്ന് ഇങ്ങോട്ട് ഈ പറയുന്ന സ്വർണം ഒഴുകിയതിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ, ഇതൊക്കെ AD 2ാം നൂറ്റാണ്ട് തൊട്ട് തന്നെ ഈ പറയുന്ന പാശ്ചാത്യ ലോകത്ത്, വെസ്റ്റിനകത്ത് തന്നെ കേരളത്തെ കുറിച്ചുള്ള പലതരം ധാരണകൾ ഉണ്ടായിരുന്നു എന്ന് ആണ് നമ്മൾ, അല്ലെ? പ്രത്യേകിച്ച് ഈ ടോളമിയുടെ ജിയോഗ്രാഫിയ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്, അല്ലെ, ടോളമിയുടെ പുസ്തകമാണ്, അല്ലെ, ആ ജിയോഗ്രാഫിയിൽ കേരളത്തെ കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ട്, അല്ലെ? പ്രത്യേകിച്ച് ചേരന്മാരെ കുറിച്ചുള്ള, അല്ലെ, കരൂരാണ് ചേരന്മാരുടെ തലസ്ഥാനം എന്നുള്ള പരാമർശം ടോളമിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സംഗതി, അല്ലെ? പിന്നെ മെഗസ്തനീസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കേരളമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെ? അദ്ദേഹം ഈ ഉത്തരേന്ത്യയിലെ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചാണ് പ്രധാനമായിട്ട് ചെയ്തത്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് തന്നെ പാണ്ഡ്യ, ചേര, ചോള രാജ്യങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ കാണാൻ കഴിയും. ഇതോടൊപ്പം തന്നെ കേരളവുമായിട്ട് ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വൈദേശിക വ്യാപാര ബന്ധം നമുക്കറിയാവുന്ന പോലെ, എന്ന് വെച്ചാൽ ട്രേഡ് റിലേഷൻ അറബികൾ കഴിഞ്ഞാൽ പിന്നെ ചൈനക്കാരുമായിട്ടാണ് നമുക്ക് അറിയില്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ ചൈനീസ് സഞ്ചാരികൾ വന്നിട്ടുണ്ട്, ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഹ്യാൻസാങ് തൊട്ടിട്ട് മാഹ്വാൻ, അല്ലെ, അങ്ങനെയുള്ള കുറെ ചൈനീസ് സഞ്ചാരികൾ അവിടെ പ്രധാനമായിരുന്നു. ഇതിൽ പല ആളുകളും കേരളത്തിൽ വന്നിരുന്നില്ല, പക്ഷെ കേരളവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, അല്ലെ? അപ്പോ ഹ്വാൻസാങ്ങിനൊന്നും ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ വന്നിരുന്നില്ല. ദക്ഷിണേന്ത്യയിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്നെങ്കിലും ഈ പല്ലവ, ചാലുക്യ ആ ഒരു ഡൈനാസ്റ്റി ആ മേഖലയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പര്യടനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി കേരളത്തെ കുറിച്ച് അവിടെ നിന്നുകൊണ്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ മാഹുവാൻ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. കൊച്ചിയും കോഴിക്കോട് അദ്ദേഹം വന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 15ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെ, ആ ഒരു കാലത്ത് അദ്ദേഹം ഇവിടെ വരികയുണ്ട്, അല്ലെ? കൊച്ചിയും കോഴിക്കോടിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ പ്രത്യേകിച്ച് ട്രേഡിന്റെ ഒരു സംഗതി. അപ്പൊ കേരളത്തിനകത്ത് ഒരു ട്രേഡ് കൾച്ചർ ഉണ്ടാവുന്നു, തുറമുഖങ്ങളുടെ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ ട്രേഡിന് പക്ഷെ കേരളത്തിനകത്ത്
ട്രേഡ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനം. കേരളത്തിൽ അങ്ങനത്തെ ഒരു ഒരു വണിക സംഘം എന്ന് പറഞ്ഞ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പുറത്തുനിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് ധാരാളം ജനസമൂഹങ്ങൾ, കച്ചവടക്കാരായ ശ്രേഷ്ഠി അല്ലെങ്കിൽ സേട്ട് അല്ല പലതരം കച്ചവട സമൂഹങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരികയും കേരളത്തിൽ സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നതും ആ രീതിയിലാണ് എന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഒരു ആവിർഭാവത്തിന് ശേഷം അറബികൾ ധാരാളമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അവിടെ നിന്നുള്ള ഒരുപാട് എഴുത്തുകൾക്കകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ കേരളത്തെ സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം സുലൈമാൻ തൊട്ടുള്ള ആളുകൾ, ധാരാളം യാത്രികർ കേരളത്തിലേക്ക് AD 9-ാം നൂറ്റാണ്ട് തൊട്ട് തന്നെ കേരളത്തിലേക്ക് വരുന്ന ആദ്യകാല അറബി വ്യാപാരികളിൽ ഒരാളാണ് സുലൈമാൻ എന്നാണല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കേരളത്തിലെ പല സ്ഥലത്തും, ഇപ്പൊ കൊല്ലത്താണ് അദ്ദേഹം വന്നിരുന്നത് അല്ലെ, കൊല്ലം, കോഴിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ അദ്ദേഹം വരുന്നുണ്ട്. അൽ മസൂദി അതുപോലെ തന്നെ കേരളത്തെ കുറിച്ച് അൽ മസൂദി, അതുപോലെ അൽ ബറൂണി ധാരാളം കേരളത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സഞ്ചാരികൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്ന ആള് ഇബ്നു ബത്തൂത്തയാണ് എന്ന് നമുക്കറിയാം അല്ലെ. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വന്ന ഒരു വിദേശ സഞ്ചാരിയാണ് അല്ലെ. കോഴിക്കോട് ആണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ ആയിരുന്നു. കോഴിക്കോട് നഗരത്തെ ഒരു ലോകോത്തര നഗരമായിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ. സാമൂഹിക ഭരണത്തെ കുറിച്ച്, അതോടൊപ്പം തന്നെ ചൈനയുമായിട്ടുള്ള ഒരു ട്രേഡ് റിലേഷൻഷിപ്പിന്റെ ഒരു സമ്പന്നതയൊക്കെ സംബന്ധിച്ചൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾക്കകത്തൊക്കെയും ഈ പറഞ്ഞ ഭരണത്തിനുണ്ടായിരുന്ന ഇടപെടലുകളെ സംബന്ധിച്ചൊക്കെയുള്ള പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വിവരണങ്ങൾക്കകത്ത് കാണാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ സഞ്ചാരികളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭൂമിശാസ്ത്രകാരന്മാരുടെയും ഒക്കെ ഭൂവിജ്ഞാനികകാരന്മാരുടെയൊക്കെ വിവരണങ്ങളിൽ നിന്നാണ് കേരളത്തെ കുറിച്ചുള്ള മറ്റു ചില വാർത്തകൾ കിട്ടുന്നത്. പിന്നീട് കൊളോണിയൽ ഘട്ടമാകുമ്പോഴേക്കും നമുക്കറിയാവുന്നതുപോലെ യൂറോപ്യന്മാരുടെ ഒരു കടന്നുവരവ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. പല ഇവിടെ ഒരു കോളനി സ്ഥാപിച്ചിട്ടുള്ള യൂറോപ്യന്മാർ ഉദ്യോഗസ്ഥന്മാരായിട്ടും അല്ലെങ്കിൽ മറ്റൊരു വന്ന ആളുകളുണ്ട്. അതല്ലാതെ തന്നെ വന്ന യൂറോപ്യന്മാരുണ്ട് അല്ലെ. അതിനകത്ത് ആദ്യം നമുക്ക് പരാമർശിക്കേണ്ട ഒരാളാണ് വർത്തേമ എന്ന് പറയുന്നത് അല്ലെ ആളല്ലേ. അപ്പൊ വർത്താമയൊക്കെ ഈ 1502 കേരളത്തിലുടനീളം സഞ്ചരിച്ച് ഈ പറയുന്ന കേരളത്തെ കുറിച്ചിട്ടുള്ള ഒരു വിവരങ്ങളൊക്കെ, അദ്ദേഹം ഒരു ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു എന്നുള്ളതാണ്. ഈ 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ചു അല്ലെ. പ്രത്യേകിച്ച് കോഴിക്കോട് അദ്ദേഹം ഈ സാമൂതിരിയുടെ കൊട്ടാരം സന്ദർശിക്കുന്നു അല്ലെ. ഇവിടുത്തെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തെ സംബന്ധിച്ച് അല്ലെ. അതുപോലെ തന്നെ ഈ പറയുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അല്ല, അതിന്റെ ഒരു തദ്ദേശീയ ക്രിസ്തീയ സമൂഹം എന്ന രീതിയിൽ അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ ഒരു ഘട്ടത്തിന് മുമ്പാണ് ഈ പറയുന്ന വിവരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് പ്രധാനമായിട്ട് ഈ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ അത്തരം ആളുകളാണ് കേരളത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ നൽകുന്ന ആളുകൾ. ഇപ്പൊ ബർബോസ അതിനെ പറ്റിയ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരാളാണ്. 1500-1516 കാലത്തെ ഒരു കേരളത്തെ കുറിച്ചുള്ള വിവരണമാണ് ഈ ഒരു പോർച്ചുഗീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന ബർബോസയുടെ മലബാർ തീരത്തെ കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ രചന എന്ന് പറയാവുന്ന രചനയുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ജാതി വ്യവസ്ഥയെ, കേരളത്തിലെ ജാതിയെ സംബന്ധിച്ച്, മരുമക്കത്തായം പോലുള്ള വിചിത്രമായ ദായക്രമത്തെ സംബന്ധിച്ച്, ഇവിടുത്തെ പൊളിറ്റിക്കൽ അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ആധുനികമായ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഉള്ള ഒരു വിഭാവനയും അതോടൊപ്പം തന്നെ ആധുനിക ശാസ്ത്രീയതയും ശാസ്ത്രം പദ്ധതികൾ, ശാസ്ത്രജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഈ പറയുന്ന മോഡേൺ സയൻസിന്റെ പല സംഗതികളും കേരളത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തത് ഡച്ചുകാരാണ് എന്ന് നമുക്കറിയാം. കേരളത്തിന്റെ ഒരു ബൗദ്ധികമായ ഒരു കുതിപ്പിനകത്ത് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് ഡച്ചുകാരായിരുന്നു എന്ന് നമുക്കറിയാം. ബൗദ്ധികമായിട്ട് മാത്രമല്ല, സാങ്കേതിക മേഖലയിലും അവരാണ് ഏറ്റവും വലിയ സംഭാവന ചെയ്തത് എന്നറിയില്ല. കേരളത്തെ ആധുനികീകരിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ ഡച്ചുകാരാണെന്നറിയില്ല. അപ്പൊ ഡച്ചുകാരായ നിരവധി സഞ്ചാരികൾ അല്ലെങ്കിൽ മറ്റാളുകൾ കേരളത്തിനകത്ത് ആ രീതിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ പറയുന്നത് പോലെ സസ്യശാസ്ത്ര വിവരണങ്ങൾ മാത്രമല്ല, അതല്ലാതെ തന്നെ കേരളത്തെ കുറിച്ചുള്ള നരവംശ രേഖകളും മറ്റും ആ കാലഘട്ടത്തിലാണ് വരുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആള് നമുക്കറിയാവുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഡച്ച് ഗവർണറായെന്ന് നമുക്കറിയാം അല്ലെ. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സസ്യശാസ്ത്ര ഗ്രന്ഥം, അതിനകത്തുള്ള ഇല്ലസ്ട്രേഷൻ, അതിനകത്ത് വരുന്ന അച്ചിന്റെ അല്ലെങ്കിൽ മലയാള ലിപിയുടെ ചില സംഗതികൾ അല്ലെ, അതിനകത്ത് അദ്ദേഹത്തെ സഹായിച്ച ആളുകൾ അച്യുതനെ പോലുള്ള ആളുകളുടെയൊക്കെ പേരുകളൊക്കെ ഓർമ്മയുണ്ടാവണം അല്ലെ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഒരു ഡച്ച് പാതിരിയാണ് കാൻറ്റർവിഷർ എന്ന് പറയുന്ന അല്ലെ. കാൻറ്റർവിഷർ ധാരാളം കേരളത്തെ കുറിച്ച്, പ്രത്യേകിച്ച് ലെറ്റേഴ്സ് ഫ്രം മലബാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കത്തുകൾ ഈ പറയുന്ന ഡച്ച് കാലഘട്ടത്തിലെ കേരളത്തെ കുറിച്ചും കൊച്ചിയെ കുറിച്ചും ഒക്കെയുള്ള ഒരുപാട് വിശദാംശങ്ങൾ അവിടെ കാണുന്നുണ്ട്.
കാൻഡർ വിഷർ അത് നമുക്ക് നെറ്റിൽ തന്നെ അവൈലബിൾ ആണ് അല്ലെ. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട യാത്ര ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെയാണ്. അവർ കേരളത്തിലുടനീളം സഞ്ചരിച്ച് കേരളത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരണങ്ങൾ ധാരാളമുണ്ട് അല്ലെ. അതിനകത്ത് ഈ പറയുന്ന ഫ്രാൻസിസ് ബുക്കാനൻ അല്ലെ, ബുക്കാനൻ കണ്ട കേരളം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ സംഗതിയാണ്. ഫ്രാൻസിസ് ഡേ അല്ലെ, സാമുവൽ മെറ്റിയർ അല്ലെ, വളരെ ഈ പറയുന്ന കേരളത്തിന്റെ സാമൂഹ്യ സ്ഥിതിയെയും അല്ലെങ്കിൽ ജീവിത രീതിയെയും വളരെ വളരെ വിമർശനാത്മകമായി കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവിതാംകൂറിനെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ കൃതി ഉണ്ടാവുന്നത്. അപ്പൊ കേരളത്തിലേക്കും വന്നിട്ട് തിരുവിതാംകൂർ പ്രത്യേക ജീവിതത്തെ ഏറ്റവും ആഴത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് സാമുവൽ മെറ്റിയർ അല്ലെ. അപ്പൊ അവരെയൊക്കെ അതൊക്കെ ഓർമ്മയുണ്ടാവുന്നത് പോലെ തന്നെ ഫ്രാൻസിസ് ഡേ നേരത്തെ പറഞ്ഞു, കൊച്ചിയെ കേന്ദ്രീകരിച്ചിട്ട് അദ്ദേഹത്തെ കൊച്ചിയുടെ ചരിത്ര സാമൂഹ്യ ജീവിതമൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അല്ലെ. സാമുവൽ മെറ്റിയർ അദ്ദേഹം ഒരു ലണ്ടൻ മിഷണറി ആയിരുന്നു. മിഷണറി സൊസൈറ്റിയുടെ LMSന്റെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂറിൽ അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഒരു ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥനായതിന് നേറ്റീവ് ലൈഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ട കേരളം എന്ന പേരിൽ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമുക്കൊക്കെ അറിയാവുന്ന പോലെ മലബാർ മാനുവൽ ആണ് അല്ലെ. വില്യം ലോഗന്റെ 1887 മലബാർ മാനുവൽ എന്ന് പറയുന്നത് അല്ലെ, അത് കേരളത്തെ സംബന്ധിച്ച ഏറ്റവും ആധികാരികമായ ഒരു ചരിത്ര സാമൂഹ്യ രേഖയായതുകൊണ്ട് ഇപ്പോഴും പ്രത്യേകിച്ച് ഭൂമിശാസ്ത്രം, നമ്മുടെ വിളകൾ, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ സംസ്കാരം, സാഹിത്യം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള വലിയൊരു വിജ്ഞാനകോശമാണ് ഈ പറയുന്ന ലോഗന്റെ മലബാർ മാനുവൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പ്രധാനപ്പെട്ട ചില കൃതികളും അതിന്റെ കണ്ടന്റ് അവർ ഏത് പ്രദേശത്തെ കുറിച്ചാണ് അല്ലെ, അല്ലെങ്കിൽ ആ പുസ്തകത്തിനകത്ത് ആദ്യം പരാമർശിക്കപ്പെടുന്നത് ഏതെങ്കിലും സംഗതി ഏത് പുസ്തകത്തിനകത്താണ്, അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വരാമെന്ന് ഓർമ്മയുണ്ടാവണം. ഓക്കെ. മറ്റൊന്ന് ശാസനങ്ങളാണ്. അപ്പൊ ഞാൻ ശാസനങ്ങൾ നമ്മൾ നേരത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ശാസനങ്ങളിലേക്ക് ഒരുപാട് പോകേണ്ട ആവശ്യമില്ല. അതിനകത്ത് ചരിത്രപരമായി പ്രാധാന്യമുള്ള പല ഒരു പൂർണ്ണമായും മലയാളത്തിൽ വട്ടെഴുത്തിൽ വന്നിട്ടുള്ള കാലത്ത് ശാസനമായിട്ട് കണക്കാക്കുന്നത് അല്ലെ, ഈ പറയുന്ന ഒരു 832 അല്ലെ വാഴപ്പള്ളി ശാസനം അല്ലെ, രാജശേഖരവർമ്മന്റെ കാലത്തുള്ള ശാസനമുണ്ട് അല്ലെ. ഈ പറയുന്നത് പോലെ വട്ടെഴുത്തിൽ വന്നിട്ടുള്ള അല്ലെ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിനകത്തുള്ള അല്ലെ പലതരം ചടങ്ങുകൾ അല്ലെ നിബന്ധനകൾ അല്ലെ, അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ പറയുന്ന കാലഘട്ടമാകുമ്പോഴേക്കും വാഴപ്പള്ളി ശാസ്ത്രത്തിനാവുമ്പോഴേക്കും ഈ രാജാക്കന്മാരുടെ അധികാരം ക്രമേണ കുറയുകയും ക്ഷേത്രങ്ങളെയും ക്ഷേത്രപാലകന്മാരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ഒരാളായിട്ട് മാറുകയും പലപ്പോഴും അങ്ങനെ ഒരു സാമൂഹ്യ അധികാരം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കായ ഒരു അധികാരമായിട്ട് മാറുന്നതിന്റെ സൂചനകൾ നമുക്ക് ശാസനങ്ങളിലുടനീളം കാണാൻ കഴിയും. പലപ്പോഴും അത് ഒരു മധ്യകാലഘട്ടമാകുമ്പോഴേക്കും രാജാക്കന്മാരൊക്കെ ക്ഷേത്രത്തിലേക്ക് ഈ തളികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പറയുന്ന പലതരം സഭകളിലേക്ക് വിളിച്ചു വരുത്തി അവിടെ പലപ്പോഴും വോട്ടവകാശമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമായ അധികാരമുള്ള ഒരു സ്ഥാനമായിരിക്കില്ല രാജാവിനുണ്ടാവുക. പലപ്പോഴും രാജാവിന് പങ്കുമാവില്ല. ആ രാജാവിനെ വിളിച്ചു വരുത്തി ശിക്ഷിക്കുന്ന തരം ചില സംഗതികളൊക്കെ ഈ ക്ഷേത്രത്തിനകത്ത് ഈ പറയുന്ന ശിക്ഷിച്ചതിന്റെ അടയാളങ്ങൾ എന്ന രീതിയിലൊക്കെ ഉള്ള സംഗതികൾ പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്. അപ്പൊ അത്രയേറെ ഒരു സാമൂഹ്യ അധികാരത്തിലേക്ക് ബ്രാഹ്മണി പൗരോഹിത്യം എത്തുന്നതിന്റെ സൂചനകളും ഈ പറഞ്ഞ വാഴപ്പള്ളി ശാസ്ത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലെ. പിന്നെ അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ നാടുവാഴികളെ കുറിച്ച്, അതോടൊപ്പം തന്നെ ഈ ശൈവ വൈഷ്ണവ തർക്കങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വണിക് സംഘങ്ങളെ സംബന്ധിച്ച് പിന്നീട് വരുന്ന തരിശാപ്പള്ളി ചപ്പേടാണ് അല്ലെ, സാണു രവിവർമ്മയുടെ കാലത്തുണ്ടാവുന്ന അല്ലെ AD 849 അല്ലെ വരുവൻ സബീർ ഈശോ എന്നൊക്കെ പറയുന്ന അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ജൂതന്മാർക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും അങ്ങനെയുള്ള വണിക് സംഘങ്ങൾ, സിറിയൻ ക്രിസ്ത്യൻ വ്യാപാരികൾ അല്ലെ, അവർക്ക് പ്രത്യേക ഇത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അവരൊരു പ്രബല സാമൂഹ്യാധികാര പദവിയിലേക്ക് ഇവിടുത്തെ ഈ പറയുന്ന മധ്യവർഗ അല്ലെങ്കിൽ ഉപരിവർഗ ക്രിസ്തീയ സമൂഹവും ജൂത സമൂഹവും എത്തുന്നതിന്റെ ചില സൂചനകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അല്ലെ. അതോടൊപ്പം തന്നെ 5 വണ്ണം മണിഗ്രാമം തുടങ്ങിയ ഈ പറയുന്ന വ്യാപാര സംഘങ്ങൾക്ക് സവിശേഷമായ അധികാരം നൽകുന്ന രീതിയിലേക്ക് ഉള്ള ചില സംഗതികൾ അല്ലെ. പള്ളി ഒരു പ്രധാനപ്പെട്ട ഈ പറയുന്ന പോലെ കേവലം ഒരു പ്രാർത്ഥനാ കേന്ദ്രം എന്നതിന് അപ്പുറം നമ്മുടെ പല ക്ഷേത്രങ്ങളൊക്കെ മാറിയതുപോലെ തന്നെ പല സാമൂഹ്യ അല്ലെങ്കിൽ സാമ്പത്തിക വിനിമയത്തിന്റെ ഒരു അധികാര കേന്ദ്രമായിട്ട് പള്ളി മാറുന്നതിന്റെയും പലപ്പോഴും തെളിവായിട്ട് നമുക്ക് അത് പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ കൊല്ലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൊല്ലം നഗരവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ അല്ലെ, അതുപോലെ തന്നെ ചോക്കൂർ ശാസ്ത്രം ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദേവദാസി സമ്പ്രദായം
സംബന്ധിച്ച സൂചനകൾ അല്ലെ ഗോദ രവിവർമ്മയുടെ കാലത്താണത് അല്ലെ 10-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉണ്ടാവുന്ന അല്ലെ. അപ്പൊ നങ്ങയാർ എന്ന് പറയുന്ന ഒരു പരാമർശം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ദേവദാസികളെ സംബന്ധിച്ച് ഇപ്പൊ ദേവദാസികൾക്ക് ഈ നിത്യചെലവിനായി അരി നൽകാൻ വേണ്ടി ഊരാള സഭ തീരുമാനമെടുത്തതായിട്ടുള്ള പരാമർശമൊക്കെ അതിനകത്ത് കാണാം. അപ്പൊ അന്നത്തെ ഒരു ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് കേരളത്തിൽ അത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള തർക്കങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിനകത്തൊരു വലിയ തെളിവായിട്ട് നമുക്ക് ചൊക്കൂർ ശാസനം പറയാറുണ്ട് അല്ലെ. മാമ്പള്ളി ശാസനം നമുക്കറിയാവുന്നതുപോലെ ഈ വല്ലഭൻ ഗോതയുടെ വളരെ പ്രധാനപ്പെട്ട ശാസനമാണ് അല്ലെ. അത് ഈ കൊല്ലവർഷം എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ, കേരളത്തിൻ്റെതായ കലണ്ടർ 825 ശേഷം അത് വരുന്ന ഒരു സംഗതിയാണ് അല്ലെ. കൊല്ലവർഷം 149 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസനമാണ് ഈ പറയുന്ന മാമ്പള്ളി ശാസനം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു ശാസനമാണ്, വളരെ പ്രധാനപ്പെട്ട ശാസനമാണ് പാലിയം ശാസനം എന്ന് പറയുന്നത് അല്ലെ. ഈ ആയിരാജാവിന്റെ വിക്രമാദിത്യ വരഗുണനുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ആ ഒരു പാലിയം ശാസനം നമ്മൾ ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ശ്രീമൂലവാസം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ബുദ്ധവിഹാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഭൂമിയൊക്കെ നൽകിയതിനെ സംബന്ധിച്ച് ബുദ്ധമതത്തിന് ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു സ്വാധീനത്തിനൊക്കെ വലിയ തെളിവായിട്ട് നമ്മൾ പറയുന്നത് ഈ പാലിയം ശാസനമാണ് വരുന്നത് അല്ലെ. മറ്റൊരു ഈ പറഞ്ഞ ജൂതന്മാര് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പോലെ തന്നെ അതിന്റെ ജൂതന്മാരുടെ പലായനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ജൂതശാസനം എന്ന് പറയുന്നത് AD 1000-നകത്ത് വരുന്ന ഈ ജൂയിഷ് കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. അത് ഈ പറയുന്ന ഭാസ്കര രവിവർമ്മൻ ഒന്നാമന്റെ കാലത്താണ് അത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ച കുലശേഖരന്മാരുടെ അല്ലെ ഭരണത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിനകത്താണ് സംഭവിക്കുന്നത്. അധികം വൈകാതെ ഒരു അല്ലെ അതിനകത്ത് പിന്നെ ഒരു ജോസഫ് റബ്ബാനാണ് അതിനകത്ത് വരുന്നത് നിങ്ങൾക്കറിയാം അല്ലെ. പിന്നെ അഞ്ചുവണ്ണം എന്ന് പറയുന്ന ഒരു വ്യാപാര സംഘത്തെ സംബന്ധിച്ച് അതിന് ചില 10-72 അവകാശങ്ങളൊക്കെ നൽകുന്ന ഒരു എന്താ പറയാ ചില പ്രത്യേക ഈ പകൽ വിളക്ക് അല്ലെങ്കിൽ പച്ചപ്പട്ട് പല്ലക്ക് തുടങ്ങിയ ചില സവിശേഷമായ വിശേഷാധികാരങ്ങളൊക്കെ നൽകുന്ന തരം ഒരു ശാസനമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇവിടെ വന്നിട്ടുള്ള ട്രേഡ് കമ്മ്യൂണിറ്റികളൊക്കെ അപരസമൂഹമായി നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ ഒരു വലിയ പ്രബല സാമ്പത്തിക അധികാര ശക്തികളായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്ര ദ്വീപുകളായിട്ട് കേരളം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രദേശത്തിനകത്ത് തന്നെ ഒരു പക്ഷെ കേരളത്തിന്റെ ഈ പറയുന്ന രാഷ്ട്രീയ അധികാരത്തിലോ പലപ്പോഴും സാമൂഹ്യ അധികാരത്തിലോ പുറത്തുള്ള ദ്വീപുകളായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ രീതിയിലാണ് ക്രിസ്ത്യാനിറ്റിയും അതോടൊപ്പം തന്നെ വലിയ അളവിൽ ഈ പറയുന്ന ജൂതന്മാരൊക്കെ അങ്ങനെ സെറ്റിൽമെന്റുകളായി മാറുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക ധാരയിലേക്കോ സാമൂഹ്യ ധാരയിലേക്കോ വിലയനം ചെയ്യാനുള്ള ശ്രമമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൊളോണിയൽ ആയിട്ടുള്ള അന്ന് തന്നെ ഒരു മുസ്ലിം എന്ന് പറയുന്നത് വൈരം എന്ന് പറയുന്നത് ബിൽഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സെറ്റിൽമെന്റ് ആയിട്ട് ഈ പറഞ്ഞ ഒരു ദ്വീപായി മാറുന്ന ഒരു സ്വഭാവത്തിലല്ല ഇവിടുത്തെ മുസ്ലിം സമൂഹം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഉണ്ടാവുന്ന കേരളത്തിന്റെ ഈ കൊളോണിയൽ വിരുദ്ധ സമര ഘട്ടത്തിലായാലും അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള കോളനീകരണത്തോട് ഏറ്റവും ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചൊക്കെ മുസ്ലിങ്ങളായിരുന്നു നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ഒരു സാധനം മറ്റ് ഇതര സമുദായത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് സവിശേഷമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. രാജാധികാരവുമായിട്ട് അല്ലെങ്കിൽ അതിന് പുറത്തു നിൽക്കുന്ന ഒരു വിഭാഗമായിട്ട് പലപ്പോഴും മാറുന്നതായിട്ട് കാണാൻ കഴിയും. അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് പറയാവുന്ന പോലെ അറക്കൽ രാജവംശവും അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂതിരിമാരും കുഞ്ഞാലിമാരും തമ്മിലുള്ള ബന്ധമൊക്കെയാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതൊരു മറ്റൊരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കുറെ കോട്ടകൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഈ കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷമാണ് അങ്ങനെയുള്ള മോണുമെന്റ്സ്, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് എന്നൊക്കെ പറയാവുന്ന സാധനങ്ങൾ, നാണയങ്ങളും കോട്ടകളും അല്ലെങ്കിൽ മറ്റ് രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതല്ല. അപ്പോൾ കോട്ട പലപ്പോഴും ചരിത്രത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷെ കേരളത്തിന്റെ ഒരു സവിശേഷമായ കല്ലിന്റെ സ്വഭാവം അല്ലെങ്കിൽ എന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് വലിയ കോട്ടകളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം അതിനെ പ്രോസസ് ചെയ്യുന്നതിനൊക്കെയുള്ള ചില പ്രയാസങ്ങളും മറ്റും സംഗതികളൊക്കെ ആയിട്ട് തന്നെ അതല്ല കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് 10-48 നദികളൊക്കെ ക്രോസ് ചെയ്തു പോകുന്ന വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന വലിയ പടകളെ വിന്യസിക്കാനും അല്ലെങ്കിൽ അതിന്റെ മുന്നേറ്റങ്ങളൊക്കെ പ്രകൃതി തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് കുതിര പോലുള്ള ജീവികൾ കേരളത്തിനകത്ത് അല്ലെങ്കിൽ കുതിര പോലുള്ള ഈ പറയുന്ന സൈന്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള വലിയൊരു തടസ്സം അല്ലെ. നമുക്ക് പാലം ഉണ്ടാവുന്ന തന്നെ ഈ ടിപ്പുവിന്റെ ഒക്കെ ഒരു കാലം തൊട്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ തടസ്സമൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എന്താ പറയാ സാമ്രാജ്യ ആക്രമണങ്ങൾക്ക് സാധ്യത ഇവിടെ വളരെ കുറവായിരുന്നു എന്ന്
നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും മോണുമെന്റ്സ് ഒക്കെ വളരെ താരതമ്യേന കുറവാണ് എന്നുള്ളതാണ്. പ്രകൃതിദത്തമായ ചില അതിന്റെ കേരളത്തിലെ ഒരു ഘടന, ധാരാളം കുന്നുകളും മലകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിനെ തന്നെ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് മിക്കവാറും ഓരോ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തികളും വല്ല കുന്നുകളോ പുഴകളോ ആവും. അപ്പൊ ഉള്ള ഭൂമിശാസ്ത്രപരമായ രൂപങ്ങളെ ഉപയോഗിക്കുക എന്നുള്ള രീതിയാണ് പൊതുവെ ഇവിടെ ചെയ്തിരുന്നത്. അല്ലാതെ അതിനായിട്ട് വലിയ സ്ട്രക്ചറുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെയാണ് പലപ്പോഴും ഉണ്ടാക്കിയെടുത്തത് അല്ലെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട കോട്ടകളും മറ്റൊന്നൊക്കെ പറയുന്നത് ഏറ്റവും ആദ്യത്തെ കോട്ട എന്നൊക്കെ നമ്മൾ പറയാവുന്ന പള്ളിപ്പുറം കോട്ടയാണ്. പോർച്ചുഗീസുകാർ നിർമ്മിച്ചിട്ടുള്ള 1503 പോർച്ചുഗീസുകാർ അല്ലെ നിർമ്മിച്ചിട്ടുള്ള പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്ന അല്ലെ വൈപ്പിൻ ദ്വീപിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് അല്ലെ. ഏറ്റവും പഴക്കമുള്ളൊരു നിലനിൽക്കുന്ന ഒരു കോട്ട എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അത് ഈ പറയുന്ന കൊച്ചി തുറമുഖത്തേക്കും അതുപോലെ വേമ്പനാട്ട് കായലിലേക്കും ഒക്കെ ഉള്ള പ്രവേശനത്തെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ഈ പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്ന ഒരു കോട്ട ഉണ്ടാവുന്നത്. അത് പിന്നീട് ഡച്ചുകാരിലേക്ക് പോവുകയും ഡച്ചുകാരിൽ നിന്ന് കുളച്ചിൽ യുദ്ധത്തിന് ശേഷം അത് ഡച്ചുകാരിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം അല്ലെ. മറ്റൊരു കോട്ട വളരെ പ്രസിദ്ധമായ കോട്ടയാണ് AD 17-ാം നൂറ്റാണ്ടിലെ ബേക്കൽ കോട്ട എന്ന് പറയുന്ന കോട്ടയുണ്ടാവുന്നത് അല്ലെ. അത് ഈ പറയുന്ന ശിവപ്പ നായ്ക്കന്മാരല്ലേ അവരുണ്ടാക്കിയ 17-ാം നൂറ്റാണ്ടിലെ ഒരു കോട്ടയാണ്. കണ്ണൂർ കാസർഗോഡ് ആ പ്രദേശത്തുള്ള കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട എന്ന രീതിയിൽ ബേക്കൽ കോട്ട അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കോട്ട എന്നുള്ളതാണ്. അതിന് ഒരു സൈനിക പ്രതിരോധം എന്നതിനപ്പുറം, അതിർത്തി പ്രതിരോധം എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ അധികാരങ്ങൾ അല്ലെങ്കിൽ പക്ഷേ അങ്ങനെ ഒരു ഭരണസിരാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കോട്ടയല്ല എന്ന് നമുക്കറിയാം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏരിയയിൽ പടർന്നു കിടക്കുന്ന ഒരു കോട്ട കൂടിയാണ് അല്ലെ അത് അല്ലെ. പിന്നെ ടിപ്പു നിർമ്മിച്ച കോട്ടകൾ, പാലക്കാട് കോട്ടയടക്കമുള്ള കോട്ടകൾ അല്ലെ. 1766 ഈ പറയുന്ന പാലക്കാട് കോട്ടയുണ്ടാവുന്നല്ലേ. അപ്പൊ അത് ഈ മൈസൂരിൽ നിന്നുള്ള ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സൈനിക താവളങ്ങളും മറ്റു ടിപ്പുവിന്റെ കോട്ടയുണ്ടാവുന്നത്. 5 തെങ്ങ് കോട്ട അല്ലെ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ നിർമ്മിച്ച കോട്ട ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ 1695 ഈ വർക്കലയ്ക്ക് സമീപം അല്ലെ 5 തെങ്ങിലല്ലേ നിർമ്മിച്ചിട്ടുള്ള 5 തെങ്ങ് കോട്ട എന്നൊക്കെ പറയുന്ന ആ കോട്ട ഉണ്ടാവുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതാണ് കോട്ടകളുള്ളത്. പിന്നെ അതുപോലെ തന്നെ നാണയങ്ങൾ, വളരെ പ്രധാനപ്പെട്ട നാണയങ്ങളുണ്ട് അല്ലെ. അതും ഒരു മോണുമെന്റ്സ് ആണ്. ഇവിടെ ഉണ്ടായിരുന്ന അത്ര വിനിമയങ്ങൾക്ക് നാണയങ്ങൾ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ പല നാണയങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ഈഴക്കാശിനെ കുറിച്ചുള്ള പരാമർശമൊക്കെ അല്ലെ, അത് ശ്രീലങ്കയുമായിട്ട് ബന്ധം ഈഴക്കാശിനെ കുറിച്ചുള്ള പരാമർശമുള്ള കൃതികളെ കുറിച്ച് നേരത്തെ പറയണ്ടായി. അതേപോലെ തന്നെയാണ് ഈ ചാന്നാർ കാശ് വെനീഷ്യൻ നാണയം എന്നൊക്കെ പറഞ്ഞ ഇറ്റലിയിലെ വെനീസിൽ നിന്നുള്ള സ്വർണ്ണ നാണയങ്ങൾ, വെനീഷ്യൻ ഡ്യൂക്കറ്റ്സിനൊക്കെയാണ് നമ്മൾ അതൊക്കെ ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നാണയം വഴിയുള്ള ഈ പറയുന്ന ഒരു വിനിമയം, സാമ്പത്തിക വിനിമയം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊന്നും തെളിവുകളിൽ അല്ലെ. മറ്റൊന്ന് സുൽത്താൻ കാശ് എന്നറിയപ്പെടുന്ന അല്ലെ ടിപ്പുവിന്റെ ഈ മൈസൂർ നാണയമാണ്. 17-ാം അവസാനത്തിൽ ഹൈദരാലിയും ടിപ്പു ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന നാണയങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ചില സംഗതികൾ നമുക്ക് ചരിത്ര വസ്തുതകളായിട്ട് പറയാൻ പറ്റും. മറ്റൊന്ന് ഈ പറയുന്ന വിവിധ ഈ പറയുന്ന ശവസംസ്കാര 5 തരം ശവസംസ്കാര രീതികൾ സംഘകാലത്തുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ പഴയ നാഗരികതകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ നന്നങ്ങാടികളുടെയും ശവക്കല്ലറകളുടെയും അല്ലെ പലതരം കുടക്കല്ല്, തൊപ്പിക്കല്ല് എന്നൊക്കെ പറയുന്ന, അത് നടുകല്ല് എന്നൊക്കെ പറയുന്ന അല്ലെ, അതിനകത്ത് തന്നെ പിന്നീട് ഉണ്ടാവുന്ന മഹാശില സംസ്കാരം തൊട്ടിട്ട് അതിനുണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെ. അപ്പൊ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടുള്ള ചരിത്ര തെളിവുകളായിട്ട് അല്ലെ വിമാനായമംഗലം പോലുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ കൂനംകുച്ചി പോലുള്ള പല സ്ഥലങ്ങളും ധാരാളമായിട്ട് ഇങ്ങനെയുള്ള പല ഷേപ്പിലുള്ള ഈ പ്രേതാരാധനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ശവസംസ്കാരവുമൊക്കെ ബന്ധപ്പെട്ടുള്ള ഇത്തരം കല്ലുകളും ഒക്കെ നമുക്ക് ധാരാളം ലഭ്യമാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, കല്ലിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കൊത്തുപണിക്ക് പറ്റുന്ന കല്ലുകൾ വളരെ കുറവായിരുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. ചെങ്കല്ലാണ് ഇവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ചെങ്കൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയാത്ത കല്ലായതുകൊണ്ട് തന്നെ കരിങ്കല്ലിൽ ഉണ്ടായിട്ടുള്ള വളരെ അപൂർവമായ നിർമ്മിതികൾ മാത്രമാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം പറയാറുള്ള ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന സംഗതി തച്ചുശാസ്ത്രമായിട്ടാണ് ഇവിടെ വികസിച്ചത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പിന്നെ വിദേശ ബന്ധങ്ങളാണ്. കേരളത്തിലെ വിദേശ ബന്ധങ്ങളുമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചിലപ്പോൾ ആ മേഖലയിൽ നിന്ന് വരാം അല്ലെ. ആദ്യകാല വിദേശ ബന്ധങ്ങൾ എന്ന് പറഞ്ഞൊരു ഒരു ഏരിയ അതിനകത്തുണ്ട് അല്ലെ. അപ്പൊ അറബികൾ തൊട്ട് അസീറിയ, ബാബിലോണിയക്കാർ, അതുപോലെ ഫിനീഷ്യന്മാർ, ഗ്രീക്കുകാർ, റോമക്കാർ, ചൈനക്കാർ അല്ലെ, ഇവരൊക്കെ ആയിട്ടുള്ള നിരന്തരമായി ഏറ്റവും പ്രധാനമായിട്ട് കറുത്ത പുല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന കുരുമുളകിന്റെ അല്ലെ, അതോടൊപ്പം തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഏലം, ഇഞ്ചി, കറുവപ്പട്ട അല്ലെ, അങ്ങനെയുള്ള വ്യഞ്ജനങ്ങളൊക്കെ സംബന്ധിച്ച് അല്ലെ. അപ്പൊ അതിന്റെ മണത്തെയൊക്കെ സംബന്ധിച്ച് ഇപ്പോ ഈ പറയുന്ന
കാളിദാസന്റെ രഘുവംശത്തിനകത്ത് തന്നെ അതിന്റെ ഒരു മണം, സഹ്യപർവ്വം എന്നുള്ളൊരു മണത്തെ കുറിച്ചുള്ള സൂചനയൊക്കെ രഘുവംശത്തിനകത്ത് കാണാൻ കഴിയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇതിനകത്ത് വ്യാപാര പങ്കാളികളായിട്ട്, കേരളമായിട്ടുള്ള വ്യാപാര പങ്കാളികൾ എന്ന രീതിയിൽ ഈ മധ്യപൂർവേഷ്യയുമായിട്ട് നിരന്തരമായ ഒരു ബന്ധം കേരളത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അറബികളുമായിട്ടും അസീറിയക്കാരുമായിട്ടും ബാബിലോണിയക്കാർ, ഫിനീഷ്യൻ തുടങ്ങിയ ആ ഒരു മധ്യപൂർവേഷ്യൻ പ്രദേശങ്ങളുമായിട്ടാണ് കേരളത്തിന്റെ ഒരു ഈ പറയുന്ന പാശ്ചാത്യ വാണിജ്യ ബന്ധം അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ബന്ധത്തിന് ഉണ്ടാവുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടനിലക്കാരായിട്ട് വർക്ക് ചെയ്ത് അറബികളായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിന് ഈ പറഞ്ഞ കാലവർഷ കാറ്റിന്റെ ഗതിയെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന സംഗതിയാണ്. അപ്പൊ ആ ഒരു ഗതിക്കനുസരിച്ച് കേരളത്തിലേക്ക് വരാനുള്ള ഒരു സൗകര്യം, പായ്ക്കപ്പൽ വെച്ച് വരാനുള്ള സൗകര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മെസപ്പൊട്ടേമിയൻ സംസ്കാരം തൊട്ട് തന്നെ ഈ പറയുന്ന BC 3-ാം സഹസ്രാബ്ദം തൊട്ട് തന്നെ കേരളത്തിന്റെ ഒരു എന്താ പറയാ ഒരു ചരിത്രം നമുക്ക്, അല്ലെങ്കിൽ അതൊരു വ്യാപാര ചരിത്രം നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് പറയാൻ കഴിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്. ചെങ്കടൽ വഴിയുള്ള ഒരു കടൽ വ്യാപാരം അല്ലെങ്കിൽ നാവിക പാരമ്പര്യം അങ്ങനെ രീതിയിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സോളമൻ രാജാവിന്റെ ഒക്കെ ഈ പഴയ നിയമത്തിലൊക്കെ ഒരു BC 10-ാം നൂറ്റാണ്ടിലല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഈ സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, അതുപോലെ തന്നെ കുരങ്ങ്, മയിൽ എന്നിവ ഒക്കെ കൊണ്ടുവന്നതായിട്ട്, ഓഫർ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ള പരാമർശമൊക്കെ അവിടെ കാണാം. അപ്പൊ മുസിരിസുമായിട്ടുള്ള ചില സൂചനകൾ, അല്ലെങ്കിൽ ബേപ്പൂർ ചില തുടങ്ങിയ ചില തുറമുഖങ്ങളെ ചില സൂചനകളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും അല്ലെ. അതുപോലെ തന്നെ ഗ്രീക്കുകാർ ധാരാളമായിട്ട് മെറസിനീസിന്റെ ഇന്ത്യക്ക് പോലുള്ള ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി അല്ലെ. അതുപോലെ തന്നെ ഈ റോമക്കാരുമായിട്ട് ഉള്ള ഒരു വലിയ ഈ പറഞ്ഞ ഹെപ്പാലസിന്റെ ഒരു കഥ നമുക്കറിയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാലവർഷക്കാറ്റിന്റെ ഗതി മനസ്സിലാക്കി ഹെപ്പാലസിന്റെ അത് അങ്ങനെയാണ് നേരിട്ടുള്ള ഒരു എന്താ പറയാ വ്യാപാരം കേരളമായിട്ട് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് മുസിരിസ്, അതുപോലെ നെൽക്കിൻഡ തുടങ്ങിയ തുറമുഖങ്ങളെ കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അല്ലെ. അപ്പൊ ഗ്രീക്ക്, റോമ, അതിനു മുമ്പാണെങ്കിൽ മധ്യപൂർവേഷ്യൻ പ്രദേശങ്ങളുമായിട്ട് അല്ലെ, പിന്നെ ചൈനക്കാരുമായിട്ട് നിരന്തരമായ ഒരു വ്യാപാര ബന്ധം. പ്രത്യേകിച്ച് ഇവിടെ ധാരാളമായിട്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ, സെറാമിക് പാത്രങ്ങൾ, പട്ടുതുണികൾ, ഭരണികൾ അല്ലെ, അങ്ങനെയൊക്കെയുള്ള പലതും, കുക്കറി, അങ്ങനെയുള്ള കുറെ സംഗതികൾക്കൊക്കെ നമുക്ക് ചൈനക്കാരുടെ സംഗതികൾ, തിരിച്ച് ഈ പറഞ്ഞ പോലെ വെടിമരുന്ന് അല്ലെ, അങ്ങനെയുള്ള പല സംഗതികൾ ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഈ പറഞ്ഞ സുഗന്ധ വ്യഞ്ജനങ്ങൾ, പരുത്തിയും മുത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ഒരു സാധനം. ധാരാളം സഞ്ചാരികളുടെ വന്നതായിട്ട് ചീന കപ്പലുകളുടെ സാന്നിധ്യത്തെ കുറിച്ചുള്ള മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള വിവരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കേരളം എന്ന് പറയുന്നത് ഒരു കേരളത്തിനകത്തൊരു ട്രേഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിലും വലിയൊരു ട്രേഡ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു തുറമുഖ സമൂഹമായിട്ട് കേരളം മാറുന്നതിന്റെ, കേരളത്തെ ഒരു തുറമുഖ നഗരമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു തുറമുഖ സമൂഹമായിട്ട് കേരളം മാറുന്നതിന്റെ. പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിനകത്ത് തുറമുഖങ്ങൾ പ്രത്യേകിച്ച് റോളൊന്നും വഹിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അത് ഇടനാടൻ പ്രദേശമായി കേന്ദ്രീകരിച്ചുള്ള ഒരു കാർഷിക അല്ലെങ്കിൽ ജന്മി നാടുവാഴുത്ത സമ്പ്രദായമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ നിർണ്ണയിച്ചതെങ്കിൽ കേരളത്തിന് പുറത്ത് കേരളം എന്ന് പറയുന്നതിന്റെ, കേരളത്തിന്റെ കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം അടയാളപ്പെട്ടതും മിക്കവാറും തുറമുഖങ്ങളിലൂടെയാണ് എന്നതും, അല്ലെങ്കിൽ ഈ അതുപോലെ മലമ്പ്രദേശങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് വളരെ കേരളത്തിന്റെ ഒരു കേരള പഠന മേഖലയിൽ വലിയൊരു വിരോധാഭാസമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നത് എന്ന് പറയാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ് എന്നുള്ള ചോദ്യമാണ് അല്ലെ. ഏതാണ്? മൂഷകവംശം. അതെ, മൂഷകവംശമാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത് അല്ലെ. മൂഷകവംശം എന്ന കാവ്യം രചിച്ചത് ആരാണ് എന്ന് അതെ അത് തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത് അല്ലെ. കേരളത്തെ കുറിച്ച് പരാമർശമുള്ളതും കാലം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടതുമായ ഏറ്റവും പുരാതനമായ ഗ്രന്ഥം ഏതാണ് എന്നുള്ളതാണ്. വാർത്തികം എന്ന് പറയുന്ന അതാണ് അതിനകത്ത് കിട്ടുന്നത്. വാർത്തികം എന്ന് പറയുന്ന അതാണ്. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഏത് വാർത്തികമാണ് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ധാരണയില്ല. കേരള പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് എന്നുള്ളതാണ്. കുണ്ടത്താണല്ലോ എന്ന് പറയാം. കേരളത്തെ കുറിച്ച് പരാമർശമില്ലാത്ത പുരാണം ഏതാണ് എന്നുള്ളതാണ്. നമ്മുടെ പഴയ പുരാണങ്ങളിൽ കേരളത്തെ കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു എന്ന് അറിയാം അല്ലെ. വായുപുരാണം, അഗ്നിപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം അല്ലെ, ഇതിനൊക്കെ കേരളത്തെ കുറിച്ച് അല്ലെ. അപ്പൊ ഇതിനകത്ത് കേരളത്തെ കുറിച്ച് പരാമർശമില്ലാത്ത പുരാണം എന്ന് പറയുന്നത് അഗ്നിപുരാണം ഉള്ളത്. മറ്റേ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരള ഭൂമി ഐതിഹ്യമൊക്കെ സ്കന്ദപുരാണത്തിനകത്ത് സഹ്യാദ്രി ഖണ്ഡം എന്ന് പറയുന്ന സാധനം അല്ലെ. അതുപോലെ തന്നെ വായുപുരാണത്തിനകത്ത്
ഇന്ത്യയിലെ അന്നത്തെ ഭാരതത്തിലെ പല പല ദേശങ്ങളെ കുറിച്ചുള്ള വർണ്ണനകളുണ്ട്. കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ സംബന്ധിച്ച് പത്മപുരാണത്തിൽ ഉണ്ട് അല്ലെ. ഈ പറഞ്ഞ പോലെ ഭൂമിശാസ്ത്രപരമായ വിവരണങ്ങളൊന്നും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഈ പറയുന്നത്. പ്രത്യേകിച്ച് അത് ഈ ഹൈന്ദവ ആചാരങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന കൃതിയാണ് അഗ്നിപുരാണം എന്നുള്ളത്. അതിനകത്ത് അത്തരം പരാമർശങ്ങളൊന്നും ഇല്ല. ഓക്കെ, കാളിദാസന്റെ ഏത് കൃതിയിലാണ് കേരളത്തെ കുറിച്ചുള്ള വർണ്ണനകൾ കാണാൻ കഴിയുക എന്നുള്ളതാണ് അല്ലെ. രഘുവംശം. അല്ലെ. അപ്പൊ അതിനകത്ത് തന്നെ 4ാം സർഗത്തില് ഈ രഘുരാജ മറ്റേ മഹാരാജാവിന്റെ ദിഗ്വിജയ യാത്രയുടെ ഭാഗമായിട്ടൊക്കെ ഈ പറയുന്ന പാണ്ഡ്യരാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ ശേഷം രഘുവിന്റെ സൈന്യം ഇങ്ങ് സഹ്യപർവ്വതം കടന്ന് പ്രവേശിക്കുന്നതായിട്ടല്ല. അപ്പൊ ഏലച്ചെടികളിൽ നിന്ന് വരുന്ന കാറ്റിനെ സംബന്ധിച്ച് ചില വർണ്ണനകളാണ്, അതിന്റെ സംഗതികളാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, BC 3000 കേരളത്തുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാചീന സംസ്കാരം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ചില സംഗതികളാണ് അല്ലെ. സിന്ധു നദീതര സംസ്കാരമാണെന്ന് നമുക്കറിയാം അല്ലെ. അത് സിന്ധു നദീ സംസ്കാരവുമായിട്ട് കേരളത്തിലെ ദ്രാവിഡർക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു, അവിടുന്ന് വന്നവരാണെന്നുള്ള ആശയങ്ങളുണ്ട്. അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ ലിപി വ്യവസ്ഥ സൈന്ധവ ലിപിയിൽ നിന്നുണ്ടായതാണ് എന്ന് രാമറിനെ പോലുള്ള ആളുകളൊക്കെ വാദിച്ചിട്ടുണ്ട്. പല തിയറികൾ അതുമായി ബന്ധപ്പെടുത്തി ഉണ്ട്. എന്നാലും സൈന്ധവ സംസ്കാരവുമായിട്ട് നേരിട്ടൊരു ബന്ധം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന പ്രോട്ടോആസ്ട്രോയിഡ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, നെഗ്രിറ്റോയിഡ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അല്ലെ. അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. പിന്നീട് വന്ന ആര്യന്മാരുണ്ട് അല്ലെ. ഇതിനകത്ത് ഏത് വിഭാഗമാണ് എന്നതാണ് അല്ലെ ഒരു ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നെഗ്രിറ്റോയിഡ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കേരളത്തിലെ ആദിമ നിവാസികൾ എന്ന് പറയുന്നത് അല്ലെ. ഒരുപക്ഷെ കേരളത്തിലെ ദ്രാവിഡന്മാർ അല്ലെ, ഈ ആര്യന്മാർ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ദ്രാവിഡന്മാർ ഈ പറയുന്ന നെഗ്രിറ്റോയിഡ് വംശജരെ കാടുകളിലേക്കാവും മറ്റേ ആട്ടിത്തെളിച്ചതായിരിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ചരിത്രകാരന്മാരുണ്ട് എന്നറിയാം. നമ്മൾ അറബി സഞ്ചാരികളായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് അല്ലെ, ആരാണ് വന്നത് എന്ന് പറയുന്നത് അല്ലെ. ആരാണ് വന്നത്? സുലൈമാൻ. മാലിക് ദിനാർ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മാലിക് ദിനാർ എന്ന് പറയുന്നത്. ആൻസർ സുലൈമാനാണോ പക്ഷേ? മാലിക് ദിനാറാണ് കേരളത്തിലേക്ക് ആദ്യം ഈ പറയുന്ന ഈ കാലഘട്ടത്തിനകത്ത് വരുന്ന ഒരാള്. അദ്ദേഹം പക്ഷെ വരുന്നത് 1630 ആണ്. ഈ ചേരമാൻ പെരുമാളിന്റെ ഒരു കാലത്താണ് അദ്ദേഹം അല്ല. അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂർ പള്ളിയുടെ ഒക്കെ സ്ഥാപനം ഒക്കെ ഉണ്ടാവുന്നത്. കൊടുങ്ങല്ലൂർ, കൊല്ലം, മാടായി പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച ഒരാളാണ്. അല്പം കൺഫ്യൂഷൻ ആ ചോദ്യത്തിനകത്ത് ഉണ്ട്. മാലിക് ദിനാർ ആണോ എന്നുള്ള കാര്യം ഞാൻ നോക്കി പറയാം. 630 മാലിക് ദിനാർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം കേട്ടോ. കേരളം ഏറ്റവും കൂടുതൽ തവണ സഞ്ചരിച്ചത് വിദേശ സഞ്ചാരി ആരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ് അല്ലെ. ആരാണ്? ഇബ്നു ബത്തൂത്തയാണല്ലേ. അദ്ദേഹം പലതവണ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ നമുക്കറിയാൻ കഴിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അദ്ദേഹം കോഴിക്കോട് വന്നിട്ടുണ്ട്, കൊല്ലം വന്നിട്ടുണ്ട്, വളപട്ടണം സ്ഥലത്ത് വന്നിട്ടുണ്ട്. 6 തവണയെങ്കിലും കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു 14ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ. ഓക്കെ, കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ശീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് എന്നല്ലേ എല്ലാവർക്കും അറിയാം? ഇംഗ്ലണ്ടാണ്. 1000ഓളം വർഷം പഴക്കമുള്ള കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കേരളത്തിൽ നിന്ന് കണ്ടെടുത്ത സ്ഥലം ഏതാണ് എന്നുള്ളതാണ്. വിഴിഞ്ഞമാണോ പക്ഷെ? എന്തായിരുന്നു? വിഴിഞ്ഞമാണോ? അല്ല, തൈക്കലാണ്. തൈക്കൽ ആലപ്പുഴയാണ് സ്ഥലം. ചേർത്തല, ആലപ്പുഴ ഭാഗത്ത് തൈക്കൽ കടപ്പുറത്തു നിന്നാണ് ഇതിന്റെ ഈ മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് കാർബൺ ഡേറ്റിങ്ങിന്റെ ഒക്കെ ഇത്രയും പഴക്കമുള്ളതാണ് എന്ന് പറയുന്നത്. ഇവിടെ നിർമ്മിച്ച ഒരു കപ്പലായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് തൈക്കലാണ് ഉത്തരം. കേരളത്തിന് പുറത്തു നിന്നും ലഭിച്ച കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പ്രാചീനമായ രേഖ ഏത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അല്ലെ. ഏതാണ് കേരളത്തെ കുറിച്ചുള്ള ഏറ്റവും പ്രാചീനമായ പരാമർശമുള്ള രേഖ? അശോകന്റെ 2ാം ശില ശാസനമാണ് അല്ലെ. ഏറ്റവും പഴയ അല്ല ഈ മൗര്യ ചക്രവർത്തി അശോകന്റെ ശാസനത്തിനകത്താണ്. ഒരു BC 3ാം നൂറ്റാണ്ടിലൊക്കെയാണ് അത് വരുന്നത് അല്ലെ. അപ്പൊ അത് അതിർത്തികളെ കുറിച്ച് അതിന്റെ സാമ്രാജ്യത്തിന്റെ അതിർത്തികളെയൊക്കെ പറയുമ്പോഴാണ് ഈ ചോള, പാണ്ഡ്യ, സൂര്യപുത്ര അല്ലെ കേരളപുത്രോ എന്ന് പറയുന്ന അല്ലെ കേരളപുത്ര എന്ന് പറയുന്ന ഒരു പരാമർശമില്ല. അതും ചിലപ്പോൾ ചോദിക്കാം എന്താണ് പരാമർശം എന്ന് പറയുന്നത്. അപ്പൊ കേരളപുത്രോ എന്ന് പറയുന്ന പരാമർശം ഇവിടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ വേണ്ട ചികിത്സ എന്നൊക്കെ അങ്ങനെ കുറെ പരാമർശങ്ങളൊക്കെ ഉള്ളൊരു അതുകൊണ്ടാണ് ഈ ശാസനവുമായി ബന്ധപ്പെടുത്തിയിട്ട് കേരളത്തെ കുറിച്ച് പരാമർശമുള്ള ഒരു പ്രാചീന രേഖ എന്ന് നമ്മൾ പറയുന്നു അല്ലെ. BC 232 മുതൽ കേരളത്തിൽ വ്യാപിച്ചു തുടങ്ങിയ മതം ഏത് എന്നും അല്ല അതെല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ്. നമ്മുടെ ഇവിടെ വരുന്ന മതങ്ങളിൽ അല്ലെ ബുദ്ധമതമാണ് ഒരു പ്രധാനപ്പെട്ട മതമായിട്ട് വരുന്നത്. കേരളത്തിലേക്ക് ജൂതന്മാർ കുടിയേറി പാർത്തത്
മധ്യേഷ്യയിൽ ഏത് പ്രദേശത്ത് നിന്നാണ്? ബുദ്ധന്മാരുടെ കുടിയേറ്റത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറയുണ്ടായി അല്ലെ. അത് ഉത്തരം വളരെ പ്ലെയിൻ ആണ്. കാരണം അവരവരുടെ ഈ ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് അവര് കേരളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വരുന്നത് അല്ലെ. ആ ഭൂമിയാണ് ഇപ്പോൾ വലിയ തർക്കമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം അല്ലെ. എവിടെയാണത്? പലസ്തീനാണ്. ജൈന മതത്തിന്റെ സ്വാധീനവുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങളാണ് നമ്മുടെ അടുത്ത യൂണിറ്റിലേക്ക് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ജൈനമതം കേരളത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയെന്ന് നമുക്കറിയാം. ഒരുപാട് റിലീക്കുകൾ ജൈനമതവുമായി ബന്ധപ്പെടുത്തി പാലക്കാട് ജൈനിമേടായാലും നമ്മുടെ വയനാട്ടിലുള്ള പല സംഗതികളായാലും പെരുമ്പാവൂരിൽ അല്ലെ, അത് അങ്ങനെ പല സ്ഥലങ്ങളും നമുക്ക് അതിന്റെ തെളിവുകൾ ലഭിക്കാം അല്ലെ. അതിനകത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതല്ലേ, ജൈന തീർത്ഥങ്കരന്റെയും പത്മാവതി ദേവിയുടെയും പ്രതിഷ്ഠകൾ കാണപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് എന്നത് അല്ലെ. കല്ലിൽ ക്ഷേത്രമാണ്. അതെ, പെരുമ്പാവിൽ കല്ലിൽ ഭഗവതി ക്ഷേത്രമാണ്. ഇപ്പൊ കല്ലിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ആ ക്ഷേത്രമാണ് ഈ പറഞ്ഞ പോലെ പാറയിൽ ഈ വർദ്ധമാന മഹാവീരൻ അതുപോലെ തന്നെ തീർത്ഥങ്കരൻ അല്ലെ, പത്മാവതി ദേവിയുടെ രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് പറയുന്ന ഒരു സംഗതിയല്ല. അപ്പൊ അതൊരു പത്മാവതി ദേവിയാണ്, ജൈന ഈ പറയുന്ന പത്മാവതി ദേവിയാണ് ഇവിടുത്തെ കല്ലിൽ ഭഗവതി എന്നാണ് വിചാരിക്കുന്നത് അല്ലെ. അപ്പൊ അതൊരു ഗുഹാക്ഷേത്രമാണ്. ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് കേരളം സന്ദർശിച്ച ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതാണ് അല്ലെ. ഹുയാൻസാങ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 630 അദ്ദേഹം. പക്ഷെ അദ്ദേഹം കേരളത്തിൽ വന്നു എന്നതിന് കൃത്യമായിട്ട് ഒരു തെളിവൊന്നും ഇല്ലതാനും. അത് പറയപ്പെടുന്ന സംഗതിയാണ്. ദക്ഷിണേന്ത്യയിലാണ് അദ്ദേഹം വന്നത്. കേരളത്തിൽ വന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ ഹുയാൻസാങ് കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് തർക്ക വിഷയമാണെന്നുള്ളതാണ് വേറൊരു കാര്യം. ചോദ്യം വന്നാൽ ഉത്തരം എഴുതുക. ഓക്കെ. കേരളത്തിൽ ആദ്യമായി ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചത് എവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നത്? കൊടുങ്ങല്ലൂരാണ് അല്ലെ. നമുക്ക് തോമസ് ലീഹായുടെ ഒരു സംഗതിയിലെ സുവിശേഷം പ്രസംഗിച്ച എവിടെയാണ്? AD 52 അദ്ദേഹം മുസ്ലിസിൽ വന്നു എന്നൊക്കെയാണ്, കപ്പലിറങ്ങി എന്നാണ് വിശ്വാസം അല്ലെ. പിന്നെ ഏഴരപ്പള്ളിയെ സംബന്ധിച്ച ചില കാര്യങ്ങളല്ലേ. പിന്നെ അത് കൊടുങ്ങല്ലൂർ കൂടാതെ കൊല്ലം, നിരണം അല്ലെ, പാലയൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പള്ളി സ്ഥാപിക്കൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടു എന്നൊക്കെയാണ് ഒരു ക്രിസ്ത്യൻ സമൂഹം വിശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വരും. ചോദ്യം 19 വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിലായുഗ ഗുഹകൾ ഏതാണ് എന്നുള്ളത് അല്ലെ. ഉത്തരം അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. എടക്കൽ ഗുഹയാണ് നമുക്കറിയാവുന്ന. അതാണ് എടക്കൽ ഗുഹ അല്ലെ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് എന്നുള്ളതാണ് അല്ലെ. അമ്പുകുത്തിമലയാണ്. അമ്പുകുത്തിമലയാണ്. അപ്പൊ അത് എടക്കൽ ഗുഹയിലെ ശിലാലിതങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ് എന്നുള്ളതാണ്. അത് നമ്മൾ പലതരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ബ്രാഹ്മി എന്ന രീതിയിലാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ അത് റീഡ് ചെയ്തതിന്റെ ഒരു സംഗതി മാത്രമാണ്. ആളുകൾ വായിച്ചിട്ട് ഇതിന്റെ ലിപിയായിട്ടാണ് ബന്ധം എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. അട്ടെഴുത്തിനൊക്കെ ശേഷമാണ് കോലെഴുത്ത് വരുന്നത് അല്ലെ. ഇതിന്റെ ഒരു കാലഘടന. അതിന്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന സൗത്ത് ഇന്ത്യൻ ബ്രാഹ്മി എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ് വട്ടെഴുത്ത് എന്ന് പറയുന്നത്. പ്രാചീന കാലത്ത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണികൾക്ക് പറഞ്ഞിരുന്ന പേര് എല്ലാവർക്കും അറിയാം അല്ലെ. അതെ. മഹാശിലയുഗ സ്മാരകമായ മുനിയറകൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രധാന പ്രദേശം ഏതാണ് അല്ലെ. അതൊന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരവാദിത്തം. മറയൂരാണ്. അതുപോലെ തന്നെ സൂക്ഷ്മ ശിലായുധങ്ങൾ മൈക്രോത്തിക് ടൂൾസിൽ കണ്ടെടുത്ത സ്ഥലവും എവിടെയാണ്? മറയൂരാണ് അല്ലെ. കേരളത്തിലെ നാടുവാഴികളെയും നമ്പൂതിരികളെയും കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നതും അല്ലെ പൂർണ്ണമായും വട്ടെഴുത്ത് ലിപിയിൽ ലഭ്യമായ ആദ്യത്തെ ശാസനം ഏതാണ് എന്നുള്ളതാണ്. വാഴപ്പള്ളി ശാസനം അല്ലെ. ഓക്കെ, നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവാം. സമയം സംഘകാലം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ഡൈനാസ്റ്റിയുടെ ഒരു ഇതിലേക്ക് പോവാം. സംഘകാല സാഹിത്യവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. ഈ സംഘകാലത്തെ ഒരു ഭൂമിയുടെ ഒരു ഭൂമിശാസ്ത്ര പശ്ചാത്തലം നോക്കുമ്പോൾ കുറെ ഏരിയ കേരളത്തിലായിരുന്നു എന്നാണ് നമ്മൾ നൽകുന്നത്. തമിഴകം പ്രാചീന തമിഴകം എന്ന് പറയുന്ന അല്ലെ ഒരു BC 300 AD 300 വരെയുള്ള ഒരു കാലം അല്ലെ. തമിഴ് ഭാഷ സംസാരിക്കുന്ന ഒരു വിശാലമായ ഭൂപ്രദേശത്തെയാണ് നമ്മുടെ തമിഴകം എന്ന് പറയുന്നത്. തമിഴും കേരളത്തിന്റെ ഭാഗമായിരുന്നു അല്ലെ. മൂവേന്തർ എന്നുള്ള പരാമർശം ചേരചോള പാണ്ഡ്യ രാജവംശങ്ങളല്ലേ. അപ്പൊ അതിനകത്ത് ചേര രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ മധ്യ കേരളവും തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ കൊങ്ങുനാട് അല്ലെ കോയമ്പത്തൂർ സേലം പ്രദേശങ്ങൾ ചേർന്നൊരു സ്ഥലമായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ വലിയൊരു ഏരിയ ഒന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെ. വഞ്ചി ആയിരുന്നു തലസ്ഥാനം എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലെ. അല്ലെങ്കിൽ കരൂരാണ് അല്ലെ, വഞ്ചിയാണെന്നൊക്കെ പറയുന്നത് അല്ലെ. മുസിരിസിൻ തിൻഡീസ് എന്നൊക്കെ പറയുന്ന അല്ലെ പൊന്നാനി ആയിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ അമ്പും വില്ലും ചിഹ്നമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറെ ചേര സാമ്രാജ്യത്തെ കുറിച്ച്
ഉള്ള കുറെ വിവരങ്ങൾ നമുക്കറിയാം അല്ലെ. ചോള സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ കാവേരി തീരത്തുണ്ടായിരുന്ന അല്ലെ, തഞ്ചാവൂർ തിരിച്ച് ചെറുപ്പള്ളി ആ ഒരു ഏരിയയിൽ വരുന്നതാണ് ചോള രാജ്യം എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ലാൻഡ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് എന്ന് നമുക്കറിയാം അല്ലെ. കാവേരി പൂമ്പട്ടണം പോലെയൊക്കെയുള്ള അല്ലെ, കടുവയായിരുന്നു ചിഹ്നം എന്നൊക്കെ പറഞ്ഞാൽ. പാണ്ഡ്യൻ എന്ന് പറയുന്നത് മധുര, തിരുനെൽവേലി ആ ഒരു തമിഴ്നാട്ടിന്റെ അങ്ങനെയുള്ളൊരു ആ ഒരു പ്രദേശത്തുള്ള ഒരു ഇതാണ് ഈ പറയുന്ന എന്താ പറയാ മത്സ്യബന്ധനവും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന പാലൈ നിലത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ള മധുരൈ ആ പ്രദേശമാണ്. ഇവിടെ തൊണ്ടൈ മണ്ഡലം എന്നൊക്കെ പറയുന്ന കാഞ്ചീപുരം, ചെന്നൈ ആ പ്രദേശമൊക്കെ വരുന്ന തൊണ്ടൈ മണ്ഡലം എന്നൊക്കെ പറയുന്ന ഒരു പലവന്മാരുടെ ഒരു എന്താ പറയാ ആധിപത്യത്തിന് മുമ്പ് ഒരു പ്രത്യേക സ്ഥലം തൊണ്ടൈവാ എന്ന് പറയുന്ന ഒരു രാജവംശം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. കൊങ്ങുനാട് എന്ന് പറയുന്ന ഈ കോയമ്പത്തൂർ ഈറോഡ് പ്രദേശങ്ങളിലുള്ള ഒരു പ്രദേശം. അങ്ങനെ പല പ്രദേശങ്ങളായിട്ടാണ് കേരളം ചെതറി നടന്നിരുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെ, ചെതറിയിരുന്നത് അല്ല. ഇത് കൂടാതെ തന്നെ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ രണ്ടറ്റങ്ങളിൽ അല്ലെ, പൂഴിനാട് എന്ന് പറയുന്ന ഒരു നാട് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് ഏഴുമലയിലെ നന്നന്മാർ അല്ലെ, നമ്മൾ നേരത്തെ വംശത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇത് കൂടാതെ ആയിരാജാക്കന്മാർ, പിന്നീട് വേണാട് രാജവംശമായി മാറി എന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെ ആയിരാജവംശവും അതുപോലെ ഉണ്ടായിരുന്നു അല്ലെ. ഇതിനകത്ത് തന്നെ തമിഴകത്തെ 12 ദേശങ്ങളിലെ ഈ 5 ദേശങ്ങൾ അല്ലെ, കുട്ടംകുടം, വേൺകർക്ക, പൂഴി നാടാണ് പിന്നീട് കേരളമായി മാറിയത് എന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ സംഘകാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കണം അല്ലെ. മറ്റൊന്ന് ഐന്തിണകളാണ് അല്ലെ. ഐന്തിണകൾ ഈ പറയുന്ന ഭൂപ്രദേശങ്ങളെയും ഈ രാജവംശങ്ങളുടെ പല പ്രദേശങ്ങളെയും ഒക്കെ സ്വാധീനിച്ചിട്ടുള്ള, കൃതികളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ലാൻഡ്സ്കേപ്പുകളാണെന്ന് അറിയില്ല. 5 തരം പ്രദേശങ്ങളാണ്. കുറിഞ്ഞി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ എന്ന് പറയുന്ന 5 തരം പ്രദേശങ്ങളായിട്ടാണ് തമിഴകത്തെ തൊൽക്കാപ്യത്തെ സംബന്ധിച്ച വിവരണങ്ങൾ. സാമൂഹിക ജീവിതം അങ്ങനെയായിരുന്നു എന്ന് അറിയാം അല്ലെ. അപ്പൊ ഓരോ തിണയ്ക്കും അതിൻ്റെതായ ഭൂപ്രകൃതി ഉണ്ടായിരുന്നു, അവിടെ ഒരു പ്രത്യേക ജനവിഭാഗം ഉണ്ടായിരുന്നു, അവർക്ക് തൊഴിലുണ്ടായിരുന്നു അല്ലെ, പക്ഷി, വൃക്ഷം, സമയം, ആരാധനാമൂർത്തി അല്ലെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോ കുറിഞ്ഞി എന്ന് പറയുന്നത് അല്ലെ, അപ്പൊ അത് ഈ പറയുന്ന സുബ്രഹ്മണ്യൻ അല്ലെ, അങ്ങനെയുള്ള കുറെ സംഗതികളൊക്കെ അവിടെയാണ് വരുന്നത്. കുറവൻ, കാനവർ തുടങ്ങിയ കുറ്റിക്കാടുകളും മറ്റൊക്കെ നിറഞ്ഞ ഈ പർവ്വത പ്രദേശം എന്ന് പറഞ്ഞാല് കുറവന്മാർ അല്ലെ. അതുപോലെ തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കുക വീട്ടുവന്മാരല്ലേ, അങ്ങനെയുള്ള കുറെ വിഭാഗങ്ങൾ. മുരുകൻ ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു ദൈവം എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഈ പറഞ്ഞ മുല്ലൈ പ്രദേശം ഉണ്ടല്ലേ, ഇടയന്മാരും മായന്മാരും ഒക്കെ ഉള്ള ഒരു മുല്ലൈ എന്ന് പറയുന്ന, മുല്ലൈ തിണ എന്ന് പറയുന്ന ഒരു തിണയുണ്ടായിരുന്നു അല്ലെ. പാലൈ തിണ എന്ന് പറയുന്ന ഒരു തിണ, അവിടെയാണ് ഈ മറവന്മാരും വേടന്മാരും ഉണ്ടായിരുന്നു. കൊച്ചകയായിരുന്നു അവിടുത്തെ ദൈവമായിട്ട് വരുന്നത് അല്ലെ. മരുതം എന്ന് പറയുന്ന കൃഷിസ്ഥലമായിരുന്നു അല്ലെ, ഉഴവന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അല്ലെ. ഇന്ദ്രൻ അല്ലെ, അതുപോലെ തന്നെ വരുണൻ, പ്രധാനമായിട്ടുള്ള ഈ പറഞ്ഞ കടൽ തീരം, നെയ്തൽ എന്ന് പറഞ്ഞുള്ളവരും അല്ലെങ്കിൽ അവർ മത്സ്യബന്ധനമായിരുന്നു, ഉപ്പുണ്ടാക്കൽ അല്ലെങ്കിൽ മറ്റേ ബന്ധനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. മറ്റിടത്താണെങ്കിൽ വെള്ളാളരൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇന്ദ്രനായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ഒരാൾ ദൈവമായിട്ട് വരുന്നത് അല്ലെ. അങ്ങനെയുള്ള ഓരോ മറ്റേ പ്രദേശം, ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, അവിടുത്തെ സമയം, അവിടുത്തെ പക്ഷി, അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ, അവരുടെ സ്വഭാവം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ വിശാലമായി പറയുന്ന ഒരു സങ്കല്പമാണ് ഐന്തിണ എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില തിണകളുടെ ചില ചോദ്യങ്ങളൊക്കെ വരാം. ഓക്കെ, നമുക്ക് സംഘകാല രാജാക്കന്മാരെ കുറിച്ച് ഒന്ന് സ്പീഡിലൊന്ന് പറഞ്ഞു പോകാം അല്ലെ. 2 രാജവംശങ്ങളാണ് യഥാർത്ഥ സംഘകാല ചേര രാജാക്കന്മാർ എന്ന് പറയുന്നത് അല്ലെ. ഇവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നത് 10 എന്ന് നമ്മൾ നേരത്തെ പറയണ്ടേ. 10 കവികളാണ് 10 ചേര രാജാക്കന്മാരെ കുറിച്ച് 10 കവിതകൾ വീതം രചിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. 1-ാമത്തെയും 10-ാമത്തെയും 10 കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ കരുതുന്നത് അല്ലെ. ബാക്കിയുള്ള 8 ഭാഗങ്ങളിൽ നിന്നാണ് ചേര രാജവംശത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിനകത്ത് ഉദയൻ ചേരലാതൻ, അദ്ദേഹത്തെ കുറിച്ചുള്ള കൃതി നമുക്ക് കിട്ടിയില്ല. പെരുഞ്ചോറ്റുതിയൻ എന്നുള്ള രീതിയിൽ അല്ലെ, അവർക്ക് എന്താ പറയാ ഭക്ഷണം കൊടുത്തതിനൊക്കെ ബന്ധപ്പെടുത്തി ഒരു സംഗതിയാണ് അല്ലെ. അപ്പോ ഇവർ വാനവരമ്പൻ എന്ന് പറഞ്ഞൊരു ബിരുദമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കാര്യം അല്ലെ. അപ്പോ പിന്നെ ഒരു പ്രധാനപ്പെട്ട ആള് പലിയാനേച്ചൽ കെഴുകുട്ടു എന്നത് പാലൈ ഗൗതമനാറാണ് അല്ലെ. പാരാണ് കവി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ അവരുടെ ആ പേര് വരാനുള്ള ചില കാരണങ്ങൾ അല്ലെ. അതുപോലെ തന്നെ ഈ നാവിക പാരമ്പര്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ. എത്ര കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ഈ രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവണം. 2 പ്രദേശങ്ങളായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് അല്ലെ. വാനവരമ്പൻ ശാഖ എന്ന് പറയുന്ന ശാഖയും അതുപോലെ തന്നെ ഈ പറയുന്ന
രണ്ടാമത്തെ കരൂർ ശാഖ എന്ന് പറഞ്ഞ തൊണ്ടി കേന്ദ്രമായിട്ടുള്ള ഒരു ശാഖ. ഇങ്ങനെ 2 ശാഖകളാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഓരോ 10ഉം അതാരാണ് അതിനകത്ത് പുരസ്കൃതായ രാജാക്കന്മാരാണ് അല്ലെ, അവർ തമ്മിലൊരു ബന്ധം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട നമുക്ക് ഓർക്കേണ്ടത് അല്ലെ. പി നെടുഞ്ചേരലാതന്റെ സഹോദരനായിട്ടുള്ള അല്ല അടുത്ത ഇതിൽ വരുന്നയാൾ അല്ലെ പാലേ ഗൗതമനാർ ആണ് അത് പാടുന്നത്. 4-ാം പത്തിലാണെങ്കിൽ ഈ നാർമുടി ചേരൽ എന്ന് പറഞ്ഞാൽ കളങ്കായ് കണ്ണിനാർ നാർമുടി ചേരൽ എന്ന് പറയുന്നത് കാപ്പിയനാർ എന്ന് പറയുന്ന കവിയാണ് അല്ലെ. ഇതിനകത്ത് ഒരേ ഒരു മറ്റേ കവയിത്രിയാണുള്ളത്. ആരാണത്? കാക്കൈ പാടിനിയ അല്ലെ. അതെ, അപ്പൊ അതാരാണ്, ആരെ കുറിച്ചിട്ടാണ് അത് പാടിയിട്ടുള്ളത്? അത്തരം ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനമായിട്ടും ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, പ്രധാനപ്പെട്ട രാജാക്കന്മാരും ആ രാജവംശങ്ങളും അല്ലെ. ഈ വഞ്ചി ആസ്ഥാനമാക്കിയ ഒരു ശാഖയും ഈ പറഞ്ഞതുപോലെ തൊണ്ടി ആസ്ഥാനമാക്കിയ അല്ലെ 7-ാം പത്ത് തൊട്ട് 9-ാം പത്ത് വരെയുള്ള ആ ഒരു എന്താ പറയാ പെരുഞ്ചേരൽ ഇരുമ്പുറൈ, അതുപോലെ തന്നെ ഇളഞ്ചേരൽ ഇരുമ്പുറൈ അല്ലെ, ചെലവക്കടുങ്കോ വാഴിയാത് അല്ലെ, ആ 3 പേരും ഈ പറയുന്ന കരൂർ ശാഖയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട രാജാക്കന്മാരും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിക്കുക. ഒന്ന് ഓർമ്മയുണ്ടാവും അല്ലെ. ഈ രാജവംശത്തെ ഒന്ന് ഇലസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെയാണ് അല്ലെ. അവരുടെ ഒരു പരമ്പര എന്ന് പറയുന്നത് 2 ശാഖകളായിട്ട് ആണ് അല്ലെ. അത് സഹോദരന്മാരും പുത്രന്മാരുമായിട്ട് എങ്ങനെയാണ് വേർതിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സംഗതിയാണ്. അതായത് ഇതിലൊന്ന് ഓർത്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് എഴുതാൻ കഴിയും അല്ലെ. ഇപ്പൊ ഇത് കൂടാതെ കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയുള്ള രാജവംശം എന്ന് പറയുന്ന ആയി രാജവംശമാണ് അല്ലെ. അപ്പൊ അതിനകത്ത് അണ്ടിരൻ, തിതിയൻ, അതിയൻ എന്നൊക്കെ പറയുന്ന ചില രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അങ്ങനെ ഒരു രാജവംശം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഏറ്റവും പുരാതന രാജവംശങ്ങളിൽ ഒന്നായിരുന്നു. പിന്നീട് അവരെ കുറിച്ച് കേൾക്കുന്നത് പിൽക്കാലത്താണ്. പ്രത്യേകിച്ച് ഈ വിക്രമാദിത്യ സംഗ്രാമധീരൻ എന്നൊക്കെ പറഞ്ഞാൽ വിക്രമാദിത്യ ഗുണനോടുകൂടിയാണ് പിന്നീട് ഈ രാജവംശത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുന്നത് അല്ലെ. ഇത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി പൊതിയൻമല, ഇന്നത്തെ അഗസ്ത്യമല എന്ന് പറഞ്ഞ കൊല്ലം, കന്യാകുമാരി ജില്ലകൾ ഉൾപ്പെട്ട ഒരു പ്രദേശമായിരുന്നു അവിടേത് എന്നാണ്. ഈ വളരെ പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു. തമിഴ് മൂവേന്തന്മാർക്കൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് പുറനാനൂറിലും അകനാനൂറിലൊക്കെ ഇവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടല്ലേ. പ്രത്യേകിച്ച് അണ്ടിരൻ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തനായ ഒരു രാജാവിനെ സംബന്ധിച്ച പരാമർശങ്ങൾ അല്ലെ. മഹാദാനശീലനായിരുന്നു തുടങ്ങിയ ചില പരാമർശങ്ങൾ അവിടെ കാണാൻ കഴിയും അല്ലെ. പിന്നെ തിതിയൻ, അതിയൻ എന്ന് പറയുന്ന 2 സംഘകാലായി രാജാക്കന്മാർ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരു 8-9 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ കാര്യമായൊരു എന്താ പറയുക ചരിത്രമൊന്നും ലഭ്യമല്ല. പിന്നീട് അവർ വരുന്നത് ഈ പറഞ്ഞ അതിനുശേഷം വിക്രമാദിത്യ വരഗുണനോടുകൂടിയാണ് ഈ പറയുന്ന ഈ രാജവംശത്തിന്റെ ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. പിന്നെ അത് കൂടാതെ കരുന്തറക്കൻ എന്ന് പറയുന്ന 7-9-ാം നൂറ്റാണ്ടിൽ വരുന്ന ഒരു രാജാവാണ്. പാർത്ഥിവപുരം ശാലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു രാജാവാണ് ഈ പറയുന്ന കരുനന്തറക്കൻ തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ. ഈ പാർത്ഥിവപുരം ശാസനത്തിലൊക്കെ പരാമർശിക്കപ്പെട്ട ഒരാളാണ് അല്ലെ. 10-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് വിക്രമാദിത്യ വരഗുണൻ എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് ആയി രാജവംശം ഒരു സാമ്രാജ്യ സ്വഭാവത്തിലേക്ക് മറ്റു പ്രദേശങ്ങൾക്ക് കീഴടക്കിയിട്ടുള്ള ഏറ്റവും ശക്തനായ രാജാവായിട്ടൊക്കെ പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് അദ്ദേഹം ഈ ബുദ്ധമതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വലിയ ബന്ധം, ശ്രീമൂല വാസം എന്ന് പറയുന്ന ബുദ്ധ വിഹാര കേന്ദ്രത്തിന് ഭൂമി നൽകിയ സംഗതികൾ അല്ലെ, പാരിയം ശാസനം പോലുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ആയി രാജവംശവുമായി ബന്ധപ്പെടുത്തി ഓർക്കേണ്ട കാര്യങ്ങൾ അല്ലെ. സംഘകാലത്തിന്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ടേമുകൾ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. കളവ്, കറുപ്പ് എന്ന് പറയുന്ന 2 തരം വിവാഹങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഈ പറഞ്ഞ പോലെ രഹസ്യ വിവാഹം അല്ലെങ്കിൽ ഒളിച്ചോട്ടം എന്ന് പറയുന്ന സാധനം, ഈ പറഞ്ഞ കളവ് പ്രേമ വിവാഹമായിരുന്നു എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. പിന്നെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങളിൽ കറുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ. പിന്നെ അതിന്റെ വിവാഹത്തിന്റെ ചില രീതികളുമായി ബന്ധപ്പെടുത്തിയുള്ള എന്താ പറയാ കളവിൽ നിന്ന് കറുപ്പിലേക്കുള്ള മാറ്റവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെ. പിന്നെ മടലേറൽ പോലുള്ള ചില ഇതുമായി ബന്ധപ്പെട്ട ചില എന്താ പറയാ രീതികൾ, അതോടൊപ്പം തന്നെ ഈ പിതൃദായക്രമത്തിലേക്കുള്ള ചില മാറ്റങ്ങൾ, ഈ മാട്രിയാർക്കിയിൽ നിന്ന് പാട്രിയാർക്കികളുടെ മാറ്റത്തിന്റെ സൂചനകളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന മാറ്റത്തേക്ക് കാണാം അല്ലെ. ബ്രാഹ്മണ സ്വാധീനം ക്രമേണ കടന്നു വരുന്നത് അല്ലെ. അങ്ങനെ വേളാപ്പാപ്പൻ എന്നൊക്കെ പറയുന്ന ഒരു ബ്രാഹ്മണി സെറ്റിൽമെന്റ് അല്ലെങ്കിൽ അത്ര ആളുകളുടെ ചില സൂചനകൾ അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഈ മടലേറൽ എന്ത് ചടങ്ങാണ് എന്ന് പറഞ്ഞ അതിന്റെ ഈ എന്താ പറയാ കാമുകൻ ഇങ്ങനെ പ്രണയം പരസ്യമായി പ്രഖ്യാപിച്ചല്ലേ പനയോല കൊണ്ട് അതിനൊരു കുതിരയൊക്കെ കെട്ടുണ്ടാക്കി അതിന് വേണ്ടിയിരുന്നു ഉള്ള ആ ഒരു സഫലമായ അങ്ങനെ എന്താ പറയാ മടലേർ എന്ന് പറയുന്ന ഒരു ചടങ്ങ്. അയാൾ വിലപിച്ച പ്രണയം സഫലമായില്ല എന്നുള്ള വിലാപമൊക്കെ ബന്ധപ്പെട്ട സാധനം അല്ലെ. ചിലമ്പ് കഴി നോൽപ്പ് എന്ന് പറയുന്ന ഒരു
എന്താ പറയാ ചിലമ്പൂരി മാറ്റി മറ്റു ചിലമ്പിടുന്ന ഭർത്താവ് നൽകുന്ന ചിലമ്പ് ഒരു ചടങ്ങായിട്ട് വരുന്ന അതിന്റെ ഒരു ചടങ്ങ്. അങ്ങനെയുള്ള കുറെ ചടങ്ങുകളെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാവാം അല്ലെ. ഇതുകൂടാതെ അന്നത്തെ ഭരണസമിതികളെ സംബന്ധിച്ച് സാമൂഹ്യ സംവിധാനങ്ങളെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഉപദേശക ഐമ്പുരുകുഴു, എൺപേരായം തുടങ്ങിയ ചില ഈ രാജഭരണത്തെ സഹായിക്കുന്ന ഉപദേശക സമിതികൾ, ആളുകളുടെ എണ്ണാണ്. 5 അംഗ മറ്റേ സമിതിയാണ് ഐമ്പുരുകുഴു എന്നൊക്കെ പറഞ്ഞാല്. പുരോഹിതനുണ്ടാവും, ജ്യോത്സ്യനുണ്ടാവും, വൈദ്യനുണ്ടാവും, മന്ത്രി ഉണ്ടാവും, സേനാപതി ഉണ്ടാവും. ഇങ്ങനെ 5 അംഗങ്ങൾ അടങ്ങിയിട്ട് അതിൽ അത്തരം എൺപേരായം എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങൾ അടങ്ങിയ മറ്റൊരു ഉദ്യോഗസ്ഥ സമിതിയാണ് എൺപേരായം എന്നൊക്കെ പറയുന്ന ഈ 2 സമിതികളുമാണ് രാജാവിനെ ഭരിച്ചിരുന്നത്. ഇതുകൂടാതെ പ്രാദേശിക ഭരണം എന്ന് പറയുന്ന പഞ്ചായത്ത് ഭരണം എന്നൊക്കെ പ്രധാനം ഈ പറയുന്ന ഗോത്രസഭകൾ, മന്ത്രങ്ങൾ, ഓരോ ഗ്രാമത്തിനും മന്ത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയിൽ അവിടെയാണ് ഈ നീതി നടപ്പാക്കലൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ പ്രത്യേക ചടങ്ങുകൾ, വടക്കിരിക്കൽ പോലെയൊക്കെയുള്ള ചില ചടങ്ങുകൾ അല്ലെ. അത് ഈ പറഞ്ഞ പോലെ യുദ്ധത്തിൽ തോൽക്കുന്ന പുറത്ത് എന്താ പറയാ വെട്ടേൽക്കുകയൊക്കെ ചെയ്യുന്ന രാജാക്കന്മാരെ, തോൽപ്പിക്കപ്പെടുന്ന രാജാക്കന്മാര് അങ്ങനെ ഭക്ഷണം ഉപേക്ഷിച്ച് വടക്കോട്ട് തിരിഞ്ഞ് പ്രാണൻ വെടി എന്ന ഒരു ചടങ്ങായിട്ട് നെടുഞ്ചേരലാതനെ സംബന്ധിച്ച സൂചനയൊക്കെ നമുക്ക് കാണാം അല്ലെ. അതോടൊപ്പം തന്നെ നമ്മൾ അന്നത്തെ തോട്ടമായി ബന്ധപ്പെട്ട് വൃക്ഷാരാധന സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ആ പറയുന്ന പ്രകൃത്യാരാധനകൾ, ഈ പറയുന്ന ദൈവങ്ങളൊക്കെ അന്നത്തെ ഈ പറഞ്ഞ പോലെ വൈദിക ദൈവങ്ങളെക്കാൾ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളായിരുന്നു ദൈവങ്ങളായിട്ടല്ല. കടല് പോലെ അല്ലെങ്കിൽ മഴ പോലെ അല്ല, അതൊക്കെയാണ് ദൈവ ആരാധനയിൽ വന്നിരുന്നത്. അല്ലെങ്കിൽ കൊറ്റവയെ പോലുള്ള അമ്മ ദൈവ സങ്കല്പങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നു എന്നറിയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ അതോടൊപ്പം തന്നെ സംഘടിത മതങ്ങളുടെ സ്വാധീനം ക്രമേണ വരുന്നതിനാണ് ബുദ്ധ ജൈന മതങ്ങളൊക്കെ മണിമേഖലയുടെ കാലമാകുമ്പോഴേക്കും അങ്ങനെ വരുന്നു. ബ്രാഹ്മണ മതത്തിന്റെ ഈ സ്വാധീനം മെല്ലെ മെല്ലെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. നടുക്കല്ല് പോലുള്ള ഈ ശിലാഫലകങ്ങളെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ തോൽക്കുന്ന ആളുകളുടെ ഓർമ്മയ്ക്കായി നാട്ടുന്ന ചില സംഗതികൾ അല്ലെ. ഇങ്ങനെയുള്ള കുറെ അന്നത്തെ ഈ ഉപ്പ് ഉണ്ടാക്കൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മത്സ്യബന്ധനം അല്ലെ, കൃഷി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനം. മറ്റ് ചൈന, അതുപോലെ തന്നെ ഈജിപ്ത്, റോം, ഗ്രീസ് തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടുള്ള വാണിജ്യം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അന്നത്തെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട കൃതികൾ അല്ലെ, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരിക. ഒരു അതിൽ നിന്ന് നേരിട്ട് നമുക്ക് 800-1100 വന്നു കഴിഞ്ഞാൽ 2ാം ചേര സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് 2ാം ചേര സാമ്രാജ്യം. അതുകൂടെ ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് അല്ലെ, അതിനകത്ത് അങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലൊരു കൃത്യമായൊരു ഡൈനാസ്റ്റി ആയിരുന്നു തുടങ്ങിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കുലശേഖര ആഴ്വാരിൽ നിന്ന് തുടങ്ങുന്ന അവിടെയാണ് ഹിന്ദു മതത്തിന്റെ ഒരു പുനരുത്ഥാനം ഉണ്ടാകുന്നത്. കേരളം ഒരു ബ്രാഹ്മണിക്കയും ഏറ്റവും ഈ പറയുന്ന ജാതി ജന്മി നാടുവാഴത്തിന്റെ ഘടനയിലേക്ക് വരുന്നതോടൊപ്പം തന്നെ മലയാള സംസ്കാരത്തിന്റെയും കേരള ദേശീയതയുടെ ഒരു രൂപീകരണം ഉണ്ടാകുന്ന ഈ ഘട്ടത്തിലാണ് നമുക്കറിയാം. അപ്പൊ കേരളത്തിന് സവിശേഷമായ സാമൂഹ്യ ഏറൊക്കെ പറയുന്ന പല സംഗതികളും രൂപപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ രാജാക്കന്മാർ, കുലശേഖര ആഴ്വാർ ആയാലും അല്ലെങ്കിൽ രാജശേഖർ, സ്ഥാണു രവിവർമ്മ, രാമവർമ്മ അല്ലെ, ഇന്ദുകോതവർമ്മ, ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ തൊട്ട് രാമവർമ്മ, കുലശേഖരൻ വരെയുള്ള ആ ഒരു പതനത്തിന്റെ ഒരു ഘട്ടം വരെയുള്ള പ്രധാനപ്പെട്ട ഒരു 3 നൂറ്റാണ്ട് കാലത്തെ ഈ പറയുന്ന കുലശേഖര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട അതാ 2ാം ചേര സാമ്രാജ്യം എന്ന് പറയുന്ന സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് മഹോദയവരും കേന്ദ്രമാക്കിയിട്ടുള്ള അല്ലെ കൊടുങ്ങല്ലൂർ പ്രദേശമായിരുന്നു വിചാരിക്കുന്നു അല്ലെ ഈ രാജവംശത്തെ കുറിച്ചുള്ള സംഭാവന. പ്രത്യേകിച്ച് അത് ക്ഷേത്രകലകളുടെയൊക്കെ ഒരു സ്ഥാപനം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് ഏറ്റവും ആദ്യം ഉണ്ടാവുന്നത് കുലശേഖര ആഴ്വാർ എന്ന് പറയുന്നത് അല്ല. അതോടൊപ്പം തന്നെ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉള്ള അല്ലെ 12 പ്രധാനപ്പെട്ട ആചാര്യന്മാരിലുള്ള ഒരാളായിരുന്നു എന്നാണ് വിചാരിക്കുന്നത് അല്ലെ. 800 തൊട്ട് 820 വരെയാണ് അല്ലെ. പെരുമാൾ തിരുമൊഴി പോലുള്ള കൃതികൾ, അതുപോലെ തന്നെ ഈ പറയുന്ന മുകുന്ദമാല അല്ലെ, തപതി സംവരണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, സുഭദ്രാധനഞ്ജയം അല്ലെ, അങ്ങനെയുള്ള കുറെ കൃതികളുടെ ഒക്കെ പേരുകൾ നമുക്ക് മറ്റേ ഓർമ്മ ഉണ്ടാവണം. അതോടൊപ്പം തോലൻ ഈ പറയുന്ന കൂത്തിനും കൂടിയാട്ടം പോലുള്ള അതിനൊക്കെ പരിഷ്കരണങ്ങൾ നടത്തി എന്ന് പറയുന്ന അല്ലെ, തോലനെ പോലുള്ള അദ്ദേഹത്തിന് സദസ്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ആദ്യ ഹാസ്യ സാഹിത്യകാരൻ കൂടിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ അടയാളപ്പെടുത്തില്ലേ. രാജശേഖരവർമ്മയൻ മറ്റൊരു പ്രധാനപ്പെട്ട രാജാവാണ് അല്ലെ. 820 തൊട്ട് 844 വൈഷ്ണവ ശൈവ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ അതിന്റെ രാജഭരണത്തിലുള്ള സ്വാധീനത്തിന്റെയൊക്കെ തെളിവായിട്ട് ശൈവഭക്തി പ്രസ്ഥാനം ഈ പറഞ്ഞ എന്താ പറയാ ചേരവാൻ പെരുമാൾ നായനാർ ഇയാളാണെന്നാണ് ധരിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നല്ലേ. ഈ സമയത്താണ് വാഴപ്പള്ളി ശാസനം പോലുള്ള ശാസനങ്ങൾ വരുന്നത് അല്ലെ. പിന്നെ കൊല്ലവർഷം പോലുള്ള കൊല്ലവർഷത്തിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഘട്ടം ഉണ്ടാവുന്നത് ഈ അദ്ദേഹത്തിന്റെ കാലത്താണ് അല്ലെ. അതുപോലെ സ്ഥാണു രവിവർമ്മ കുലശേഖരൻ അല്ലെ, അദ്ദേഹത്തിന്റെ കാലത്താണ് നമുക്കറിയാവുന്നത്. തെരേസാപ്പള്ളി ചപ്പേട് വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തെ ഒരു
ചരിത്രത്തിൽ നിലനിർത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അല്ലെ. മതസഹിഷ്ണുതയ്ക്കായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ കുറിച്ച് പറയാറുണ്ട് അല്ലെ. ഗോദരവിവർമ്മ അല്ലെ, മനുകുലാദിത്യൻ എന്നുള്ള ബിരുദ പേരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഈ പറയുന്ന ചേരചോള സംഘർഷം രൂക്ഷമാവുന്ന ഒരു ഘട്ടത്തിലാണ് ഗോദരവിവർമ്മ എന്നൊക്കെ പറയുന്ന അല്ലെ ഒരാളുടെ പ്രാധാന്യം ഉണ്ടാവും അല്ലെ. നമുക്ക് ഈ പറയുന്ന ഭാസ്കരവിവർമ്മൻ ഒന്നാമനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. നേരത്തെ ജോസഫ് റബ്ബാൻ ഈ പറയുന്ന ജ്യോതിശാസനവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏറ്റവും കൂടുതൽ കാലം ഈ പറയുന്ന മഹോദയപുരം ഭരിച്ചിരുന്ന ഒരാളാണ് എന്നാണ് കരുതുന്നത്. ജ്യോതിശാസനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. നൂറ്റാണ്ട് യുദ്ധം എന്നൊക്കെ പറയുന്ന അതിന്റെ തുടക്കം അങ്ങനെ ഉണ്ടെന്നോ ഇല്ല നമുക്കറിയില്ല. എന്തായാലും ആ യുദ്ധത്തിന്റെ തുടക്കം ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. രാമവർമ്മ കുലശേഖരൻ ഈ പറയുന്ന പരമ്പരയിലെ ഒരു അവസാനത്തെ രാജാവായിരുന്നു എന്നും അല്ലെ. പലപ്പോഴും ഈ ചാവേർപ്പടയുടെ രൂപീകരണം അല്ലെ, പലപ്പോഴും അദ്ദേഹം ഈ മഹോദയപുരം വിട്ട് കൊല്ലത്തേക്ക് തലസ്ഥാനം മാറ്റാൻ ശ്രമിച്ചത് മാറ്റുകയൊക്കെ ചെയ്ത കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അതിനുശേഷമാണ് പല പല ഈ സ്വരൂപങ്ങളിലേക്ക് ഈ പറഞ്ഞ രണ്ടാം ചേര സാമ്രാജ്യം തകരുകയും കേരളം പല പല സ്വരൂപങ്ങളുടെ കീഴിലെ നാട്ടുരാജ്യങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു മറ്റൊരു കേരളം ആയി മാറുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നു. ആ ഘട്ടം നമ്മൾ അടുത്ത ഒരു ദിവസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെയാണ് കൊല്ലവർഷത്തിന്റെ ആരംഭവുമായി ബന്ധപ്പെട്ട ചില അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലെ. കൊല്ലവർഷവുമായി ബന്ധപ്പെട്ട പല വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഏതിലാണ് അത് ആദ്യം പരാമർശം ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെ. അതോടൊപ്പം തന്നെ കൊല്ലവർഷം ഉണ്ടാകുന്നതിന് പുറകിൽ കുറെ തിയറികൾ ഉണ്ട് അല്ലെ. ഈ പറഞ്ഞ ഉദയമാർത്താണ്ഡൻ ശങ്കുണ്ണി മേനൻ പറയുന്നുണ്ട് അല്ലെ. പെരുമാൾ വാഴ്ചയുടെ അവസാനമാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പല കൊല്ലം തുറമുഖത്തിന്റെ ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, ശങ്കരാചാര്യനെയും പറഞ്ഞ ജാതി പകുത്തതുമായി ബന്ധപ്പെടുത്തി പറയും. സപ്തർഷി വർഷവുമായി ബന്ധപ്പെട്ട് അതാണ് കുറെ കൂടെ ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. സപ്തർഷി വർഷവുമായി ബന്ധപ്പെട്ട അതിന്റെ പരിഷ്കൃത രൂപമാണെന്നുള്ള അതാരാണ് മുന്നോട്ട് വെച്ചത് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കില്ലേ. പി സുന്ദരം പിള്ളയാണ് ഈ പറയുന്ന സപ്തർഷി വർഷവുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തം ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ലേ. പിന്നെ ഈ ഉദയമാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന രാജാവിന്റെ കിരീടധാരണത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അല്ലേ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രണ്ട് ഉത്തര കേരളവും ദക്ഷിണ കേരളവും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു മാസത്തെ വ്യത്യാസം, ചിങ്ങമൊന്നും കന്നിയൊന്നും എന്നുള്ള ആ വ്യത്യാസവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൊല്ലവർഷവുമായി ബന്ധപ്പെട്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ചില ചോദ്യങ്ങൾ സമയമുണ്ടെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മതങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ. കേരള പരാമർശമുള്ള ഏറ്റവും പ്രാചീനമായ സംസ്കൃത ഗ്രന്ഥം നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. കാക്കയമ്പാടി ഞാൻ അല്ലേ ആ പാടിയത് ആരെ പറ്റിയാണ് എന്ന് പറയുന്ന അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു കാര്യമാണ് അല്ലെ. ഏക കവിത്രി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ആടുകൂട്ട് പാട്ട് ചേരല അതിനെ കുറിച്ച് അല്ലെ. ഈ പറഞ്ഞ 18 6-ാം പത്തില് അത് വരുന്നത് അല്ലെ. ചൂർണി നദിയിലെ മുത്തുകളെ കുറിച്ച് പരാമർശമുള്ള ഗ്രന്ഥം ഏതാണ് എന്നുള്ളത് ഏതാണ്? അർത്ഥശാസ്ത്രമാണ് അല്ലെ. ഈ മുത്തുകളെ കുറിച്ച് പരാമർശമുണ്ട് എന്നുള്ള പെരിയാറുമായി ബന്ധപ്പെടുത്തിയ അല്ലെ. ഒരു രാജ്യത്തിന്റെ ഖജനാവിലേക്ക് ശേഖരിക്കേണ്ട മുത്തും ഇതൊക്കെയാണെന്ന് പറയുമ്പോഴാണ് ഈ മുത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ശ്രീമൂലവാസൻ ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നാണ്? പാലിയം ശാസനമാണ് അല്ലെ. ശ്രീമൂലവാസൻ ചെപ്പേടുകൾ എന്ന് അറിയപ്പെടുന്ന ഒരു സാധനം. അങ്ങനെ ഒരു പേരില്ലെങ്കിൽ കൂടിയും അതാരാണ്? വിക്രമാദിത്യ വീരഗുണൻ അല്ലെ, 10-ാം നൂറ്റാണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറയണ്ടേ. മറവന്മാരുടെ ദൈവം ഏതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഒറ്റവയാണ് അല്ലെ. ആസ്ട്രലോയിഡ് വംശജരായി കണക്കാക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് കാടൻ, കുമ്പാരന്മാർ, ഈരുളർ, പണിയരാണ് അല്ലെ. മറ്റേ നെഗ്രിറ്റോയിഡ് വംശജരാണ്, മറ്റൊന്ന് ആര്യ വംശജരാണ് അല്ലെ. പണിയർ എന്ന് പറയുന്ന പ്രോട്ടോ ആസ്ട്രോയിഡ് വിഭാഗത്തിൽപ്പെട്ടവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അല്ലെ. ഓണാഘോഷത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ കൃതി ഏതാണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ മാങ്കുടി മരുതനാർ എന്ന് പറയുന്ന ആളല്ലേ ഈ ഒരു എഴുതിയിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്ന ഈ മാവേലിയെ വാമനൻ ഇങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഇതിനെ കുറിച്ചുള്ള പരാമർശമുള്ള കൃതിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം അല്ലെ. സമയം നീക്കിയതുകൊണ്ട് ഈ ഒരു മധ്യകാല കേരളവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ചായി 3 ദിവസത്തിൽ മൊത്തം ഏരിയ ഒന്ന് തീർക്കും. മാഷെ, കേരളത്തിലെ ഇരുളടങ്ങിയ വീടുകളായിട്ട് ഇളംകുളം പറയുന്നത് ഏത് കാലഘട്ടമാണ്? 9-10 ആണോ 8-9 ആണോ?